കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ശാന്തസുന്ദരമായ നല്ല പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീത കരിസ്മ ക്രൂസൈഡിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ പ്രിയ അച്ഛൻ ഈ ദൈവസഭയ്ക്ക് വളരെ ആഴമായ ദർശനത്തോടുകൂടി അധ്യക്ഷപദം അലങ്കരിക്കുന്ന, ഞാൻ വളരെ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു പിതൃതുല്യൻ, സഹോദരതുല്യൻ പ്രിയ രായ്ചായന്, ബിനാൻറ്റി, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് കർത്താവിൻ്റെ ദാസൻ ജിബിന്, കുടുംബം, അനുഗ്രഹീതരായ ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ഭക്തന്മാർ, ഭക്തമതികൾ, ലൈവിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നടക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ നിന്ന് സംസാരിക്കാനാണ്. കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രഭാതത്തിലും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവെനിക്ക് ശക്തമായ നിയോഗവും പ്രേരണയും നൽകിയത് ഈ വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ് എഫെസ്യ ലേഖനം. ധന്യനായ പൗലോസ്ലീഹയുടെ ഏറ്റവും ശക്തമായ ലേഖനങ്ങളിൽ ഒന്നാണ് എഫെസ്യ ലേഖനം. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖന ഭാഗമാണ്. പൗലോസിൻ്റെ കാരാഗ്രഹവാസം AD 62 താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ കാണാൻ 4 ശിഷ്യഗണങ്ങളെത്തി. ഒന്ന് തിഹിക്കോസ്, മറ്റൊന്ന് എപ്പഫ്രാദിത്തോസ്, അടുത്തത് എപ്പഫ്രാസ്, അടുത്തത് ഒനേസിമോസ്. അങ്ങനെ ഈ 4 പേര് വന്ന് കണ്ടു മടങ്ങുമ്പോൾ അവരുടെ 4 പേരുടെ കയ്യിൽ 4 എഴുത്തുകൾ കൊടുത്തുവിട്ടു. 4 എഴുത്തുകൾ കൊടുത്തുവിട്ടു എന്ന് പറയുമ്പോൾ ആ 4 എഴുത്തുകളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. ആ 4 എഴുത്തുകൾ തിഹിക്കോസിൻ്റെ കയ്യിലാണ് എഫെസോസ് ലേഖനം, അടുത്തത് എപ്പഫ്രാസിൻ്റെ കയ്യിൽ കൊലോസ് ലേഖനം, എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യിൽ ഫിലിപ്പിയ ലേഖനം, ഒനേസിമോസിൻ്റെ കയ്യിൽ ഫിലേമോൻ്റെ ലേഖനം. അങ്ങനെ 4 ലേഖനങ്ങൾ. അതിൽ എഫെസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. അപ്പോൾ ലേഖനങ്ങളുടെ രാജാവോ കൊലോസ് ലേഖനമാണ്. കൊലോസ് ലേഖനം ക്രിസ്തുവിജ്ഞാനീയമാണ്. എഫെസ്യ ലേഖനം സഭാവിജ്ഞാനീയമാണ്. എഫെസ്യ ലേഖനം നിരവധി പ്രത്യേകതകൾ ഉള്ളതാണ്. ഈ ലേഖനം ദൈവസഭയ്ക്ക് ലഭ്യമായി എന്ന് പറയുമ്പോൾ എഫെസോസിലെ ദൈവസഭയാണ്. എഫെസോസ് പട്ടണം ഒരു തുറമുഖ പട്ടണമാണ്. തീരദേശ നഗരമെന്ന് പറയുമ്പോൾ തന്നെ 3.5 മൈൽ മാത്രം ഉൾവലിഞ്ഞു നിൽക്കുന്ന ഏഷ്യ മൈനറിലെ പ്രാചീന നഗരമാണ്. ഡയാന, അർത്തമീസ് എന്ന മ്ലേച്ഛ ദൈവതയുടെ പ്രാചീനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് മന്ത്രവാദികളുണ്ട്. അവിടെയുള്ള ദൈവസഭയ്ക്ക് പൗലോസ് എഴുതുന്ന ലേഖനമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ 18-ാം അധ്യായത്തിൻ്റെ അവസാനം പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ എഫെസോസിലെത്തി. 19-ാം അധ്യായത്തിൽ അവിടെ നടക്കുന്ന ശുശ്രൂഷയുണ്ട്. 12 പേർ കൂടുന്ന ഒരു ചെറിയ കൂട്ടമാണ്. 12 പേരുടെ കൂട്ടത്തെ പൗലോസ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ആ 12 പേരുമായി 3 മാസം പിന്നിടുമ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് സഭാപ്രവർത്തനം മാറി. പിന്നീട് നടന്നത് ഒരു ചരിത്രമാണ്. 50,000 ശേക്കൽ വില വരുന്ന മന്ത്രവാദ പുസ്തകങ്ങളെ വരെ കൂട്ടിയിട്ട് ചുട്ടരിക്കുന്ന ഒരു ഉണർവായി അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. ഞാൻ ആ ഭാഗം ആലങ്കാരിക ഭാഷയിൽ പറയാത്തതിൻ്റെ കാരണം, അത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞാൽ അല്പം കഠിന പദത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആരാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ ആരാധിക്കണ്ട എന്ന് കരുതിയാണ് ഞാനത് പറയാഞ്ഞത്. കാരണം അല്പം കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലേക്ക് നിങ്ങളെത്തും. കാരണം ഇത്രത്തോളം വലിയൊരു സഭയാണ്.
പൗലോസ് 20-ാം അധ്യായത്തിൽ വികാരനിർഭരമായ എഫെസോസിലെ ലീഡേഴ്സിന് പ്രസംഗം, തൻ്റെ ഏറ്റവും വലിയ ഉപദേശം നൽകുമ്പോൾ ഉറപ്പിക്കുന്നു, 3 വർഷങ്ങൾ ഞാൻ പാർത്ത് നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, റോമാൽ പൗലോസ് ഇട്ട് സൗഖ്യം പ്രാപിച്ചത് എഫെസോസ് സഭയിലാണ്. പൗലോസ് പറയുന്നു, ഉള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. പൗലോസിൻ്റെ തിയോളജിക്കലി ഉള്ള ഏറ്റവും വലിയ ഗഹനമായ ചിന്തകളെല്ലാം പ്രാപിച്ച സഭയാണ്. മാത്രമല്ല, ഈ സഭ 50,000 ശേക്കൽ വരുന്ന മന്ത്രവാദ പുസ്തകമൊക്കെ കൂട്ടിയിട്ട് ചുട്ടരിച്ചു, വലിയ ഉണർവനുഭവിച്ചു. ഇതെല്ലാം ശരിയാണ്. ഇതൊക്കെ സംഭവിച്ച സഭയ്ക്ക് പൗലോസ് AD 62 ഈ ലേഖനം എഴുതി കൊടുത്തിട്ട് 30 വർഷങ്ങൾക്ക് ശേഷം AD 96 ഈ സഭയോടനുബന്ധമായി വെളിപ്പാടിൽ എഴുതുന്ന പദം ഇങ്ങനെയാണ്, 8 ഗുണങ്ങൾ പറയുകയാണ്. 8 ഗുണങ്ങളെന്ന് പറയുമ്പോൾ, നിന്റെ പ്രയത്നം, പ്രവൃത്തി, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാ, അപ്പോസ്തലന്മാരിൽ കള്ളന്മാരെ കണ്ട് പരീക്ഷിച്ച് അവരെ നിങ്ങൾ മനസ്സിലാക്കിയത്, തളർന്നു പോകാഞ്ഞത്, എൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ചത്, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെല്ലാം ഞാൻ അറിയുന്നു. അവസാനം ഒരു പദം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതിൻ്റെ അർത്ഥം, ഇത്രയും വലിയ സഭയാണ്, ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി. ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു എന്ന വാക്ക് പറയുമ്പോൾ, ഇന്നിൻ്റെ ആത്മീകർക്ക് ആദ്യ സ്നേഹത്തിൻ്റെ നഷ്ടം ഒരു നഷ്ടമൊന്നുമല്ലെന്ന് തോന്നും. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ആദ്യ സ്നേഹത്തിൻ്റെ നഷ്ടം വലിയ അപകടമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയ പാപമുണ്ട്, വലിയ പാപമുണ്ട്. ഇങ്ങനെയാണ് ഇന്നിൻ്റെ ആത്മീയർ. ചില പാപങ്ങൾ വലുതാണ്, അത് വലുതാണ്. ചില പാപങ്ങൾ ചെറുതാണ്. ചെറുതും വലുതുമായി നാം കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ, വേദപുസ്തകത്തിലൂടെ ഒരു ആത്മീകൻ അറിയേണ്ടത്, ആദ്യ സ്നേഹത്തിൻ്റെ നഷ്ടം ചെറുതെന്ന് കരുതുന്നെങ്കിൽ, കർത്താവ് പറയുന്നത് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടാൽ വലുതാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ നിലവിളക്ക് നീക്കിക്കളയുമെന്നാണ്. 8 ഗുണങ്ങളുണ്ടെന്നും പറഞ്ഞ് ആ ചെറിയ കുറവിനെ വിസ്മരിക്കുകയല്ല കർത്താവ് കാണുന്നത്. 8 ഗുണങ്ങളെ നശിപ്പിക്കുന്ന ഒരു ചെറിയ കുറവാണ് ആദ്യ സ്നേഹത്തിൻ്റെ നഷ്ടം. ഇന്ന് പകലും ഇവിടെ കൂടി വന്ന ആത്മീയരോട് പരിശുദ്ധാത്മാവ് വിവേചിച്ചിടപെടുന്നത്, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ആത്മീയ വിടുതൽ അനുഭവിച്ചവരാണ്. സുഖലോലുപതകളുടെ മേഖലകൾ അനുഭവിക്കുമ്പോൾ ദൈവവുമായുള്ള, കർത്താവുമായുള്ള ആദ്യ സ്നേഹത്തിൽ വീണിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഈ കരിസ്മ ക്രൂസേഡിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ആത്മീകരുടെ ഒരു മടങ്ങി വരവാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുൻപിൽ പൊരുത്തിരിക്കുമ്പോൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ പറയുമ്പോൾ, ഇങ്ങനൊരു ദൈവസഭ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു എന്ന് പറയുമ്പോൾ, ഇത് സംഭവിക്കുന്നതിന് 30 വർഷങ്ങൾക്ക് മുൻപ് AD 62 ധന്യനായ പൗലോസ്ലീഹ തൻ്റെ ശിഷ്യന്മാർക്ക്, അതിൽ തിഹിക്കോസിൻ്റെ കയ്യിൽ എഴുതി കൊടുത്തുവിടുന്നു ഈ ലേഖനം. എന്തിനെന്ന ചോദ്യത്തിന് ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. 6 അധ്യായത്തിൽ ദൈവസഭയെ 6 നിലയിൽ ചിത്രീകരിക്കുന്നു എഫെസ്യ ലേഖനം. ദൈവസഭ മർമ്മമാണ്, ദൈവസഭ ശരീരമാണ്, ദൈവസഭ മണവാട്ടിയാണ്, ദൈവസഭ ഒരു കുടുംബമാണ്, ദൈവസഭ ഒരു പോരാളിയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ പോരാളിയെ ചിത്രീകരിക്കുക. എന്നിട്ട് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ദൈവസഭയായിരിക്കുന്നത് പോർക്കളത്തിലാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന ആത്മീകരെല്ലാവരും അറിയേണ്ടത്, ഞാനും നിങ്ങളും ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഒരു കളിക്കളത്തിലിരിക്കുന്ന ലാഘവത്തോടല്ല ഒരു ആത്മീകൻ ആത്മീക ജീവിതം നയിക്കേണ്ടത്. അവനൊരു പോർക്കളത്തിലാണ്. അവൻ 24 മണിക്കൂറും പോരാട്ടത്തിൻ്റെ വേദിയിലാണ്. ഈ പോരാട്ടമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തകിടും കൂടുമൊക്കെയാണ്. ഈ ആത്മീയർക്കഥ കോഴിത്തല, കഴുതത്തല, പൂച്ചത്തല, തകിട്, കൂട്, മന്ത്രവാദം, തൂശനല, തെറ്റിപ്പൂവ്, കത്തിച്ച് വെച്ച നിലവിളക്ക്, ഭസ്മം,
ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഉണർവ്, ആരാധന, ആദി. എന്നാൽ ഞാനിന്ന് പറയുന്നത് ഇതിനേക്കാൾ അല്പം കൂടി ഗൗരവപരമായ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ കണ്ട് ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതല്ല യഥാർത്ഥ പദ്ധതി. തകിടും കൂടും ഒക്കെ വല്ലവരും നിനക്ക് നേരെ ചെയ്തതാ. എന്നാൽ ഈ ലോകത്തിൽ സാത്താൻ നേരിട്ട് ചില ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കും. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് നേരെ വല്ലവരും നേർച്ച കൊടുത്ത് വരുന്നതല്ല, അതൊക്കെ മനുഷ്യരുടെ ഏജൻ്റായി വരുന്നതാ. എന്നാൽ അതല്ല, സാത്താൻ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു കൂട്ടമുണ്ട്. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത് സാത്താൻ ഭയക്കുന്നൊരു കൂട്ടമുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ക്രിസ്തു ഭക്തന്മാരെ, ഭക്തമടികളെ സാത്താന് ഭയമാണ്. അവൻ അങ്ങനൊരു പോരാട്ടത്തിന് നിൽക്കുന്നതിൻ്റെ കാരണം, നീ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പദ്ധതികൾ പൊളിയും. നിന്റെ ആരാധനാ മുറിയിൽ അവൻ്റെ പദ്ധതികൾ തകരുമെന്നറിഞ്ഞാൽ അവൻ നിനക്ക് നേരെ പോരാട്ടത്തിന് വരും. അതുകൊണ്ട് തന്നെ ഒരു ആത്മീകൻ അറിയേണ്ടത് നിൽക്കുന്നത് പോർക്കളത്തിലാണ്. ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം ചില ബെനായാവുമാരെയാണ്. ഈ പകലും ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം കൃപയുള്ള ബെനായാവുമാരെയാണ്. ബെനായാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. വേദപുസ്തകത്തിൽ സിംഹത്തോട് ബന്ധപ്പെട്ട് നമുക്ക് 3 പേരെയാണ് അറിയാവുന്നത്. ഒന്നാമത്തേത് ശിംശോനാണ്. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് സിംഹം എൻ്റെ നേരെ വന്നു, ഞാൻ കീറിക്കളഞ്ഞു. ഒന്നാം ഭാഗം. അടുത്തത് ദാവീദാണ്. എൻ്റെ ആടിനെ പിടിച്ചു, ഞാൻ സിംഹത്തെ അടിച്ചു വീഴ്ത്തി. ഇത് രണ്ടും ശരിയാണ്. പക്ഷെ എനിക്കിഷ്ടം ഈ വ്യക്തികളെക്കാൾ ബെനായാവിനെയാ. ബെനായാവ് ഒരു പുരോഹിതൻ്റെ മകനാണ്. യഹോയാദാ പുരോഹിതൻ്റെ മകൻ. ഈ യഹോയാദാ പുരോഹിതൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ യഹോയാദായുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ തൻ്റെ മകൻ ഈ ബെനായാവിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏലിയുടെ മക്കൾ ഒഫ്നിയും ഫിനെഹാസും ദൈവപദ്ധതിയിലെ കറയായി നിൽക്കുമ്പോൾ, ദാവീദിൻ്റെ മക്കൾ വഴിപിഴച്ചപ്പോൾ, ശൗലിൻ്റെ മക്കൾ തകരുമ്പോൾ, ഇവിടെ ഇതേ കാലഘട്ടത്തിലാണ് യഹോയാദാ പുരോഹിതനും തൻ്റെ മകനെയും പറയുന്നത്. യഹോയാദാ പുരോഹിതൻ്റെ മകൻ എന്താണ് പ്രത്യേകത? ദാവീദിനെതിരെ ശൗൽ അണിനിരക്കുമ്പോൾ ശൗലിൻ്റെ കൂടെ നിന്ന് വേർപെട്ട 30 വീരന്മാരായ ചെറുപ്പക്കാർ ദാവീദിൻ്റെ കൂടെ ചേർന്നു. എവിടെ ചേർന്നു? കാട്ടിൽ കിടക്കുന്ന ദാവീദിൻ്റെ കൂടെ. കൊട്ടാരത്തിൻ്റെ സുഖങ്ങൾ വിട്ട് കാട്ടിൽ കിടക്കുന്ന ദാവീദിനോടൊപ്പം ചേർന്ന ഈ ബെനായാവ് വീരനായിരുന്നു. ആ വീരൻ എന്ന് പറയുമ്പോൾ 4 പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് ഞാൻ പറയുന്നു, ഇഷ്ടപ്പെടാൻ കാര്യം. ശീതകാലത്ത് ഗുഹയിൽ ചെന്ന് സിംഹത്തെ കൊന്നിട്ടിങ്ങ് പോന്നു. സിംഹം എവിടെ ഉണ്ടെന്നറിഞ്ഞു. സിംഹത്തിൻ്റെ ഗുഹയിൽ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ഒരു സിംഹം ഇവിടെ ഉണ്ട്. എൻ്റെ നേരെ വണ്ണൊന്നുമില്ല, എൻ്റെ ആടിനെയും പിടിച്ചില്ല, എൻ്റെ നേരെ ചാടിയുമില്ല. പുള്ളിക്കൊരു അഡ്രസ്സ് കിട്ടി, തണുപ്പ് കാലത്ത് ഏതോ ഗുഹയിൽ സിംഹം ഉണ്ടെന്ന്. അഡ്രസ്സ് തേടി പിടിച്ച് അവിടെ ചെന്ന് കൊന്നിട്ടിങ്ങ് പോന്നു. പിടികിട്ടിയോ? അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാലമല്ലിത്. ബെനായാവിനെ പോലെ പൈശാചിക പദ്ധതികളുടെ അസ്ഥിവാരമിളക്കാൻ കൃപയുള്ള ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഇന്ന് പകൽക്കാലം കർത്താവ് തേടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടത് ബെനായാവുമാരെയാണ്. ബെനായാവുമാരെയാണ് ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ആത്മീകൻ അറിയേണ്ടത്, ഒരു ദൈവ പൈതൽ പിശാചിന് ഭീഷണിയാണെന്ന് കണ്ടാൽ പിശാച് പോരാട്ടത്തിന് വരും. ഇവിടെ ദൈവസഭയാണ് സാത്താൻ്റെ പദ്ധതികളെ താളം തെറ്റിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ പദ്ധതികളെ താളം തെറ്റിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നിങ്ങൾക്കെതിരെ സാത്താൻ യഥാസമയം പോരാട്ടത്തിന് വരും. ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ് എഫെസോ സഭയോട്, നിങ്ങൾക്കെതിരെ പോരാട്ടമുണ്ട്, നമുക്കെതിരെ പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിന് ആരും മന്ത്രവാദം ചെയ്യണ്ട.
ആരും മന്ത്രവാദം ചെയ്യേണ്ട, ആരും തകിടും കൂടും ഒന്നും കുഴിച്ചെടുക്കുകയോ വിളിച്ചെടുക്കുകയോ ഒന്നും വേണ്ട. ഇവിടെ പിശാചിൻ്റെ എതിരാളി നീ തന്നെയാണ്. കാരണം കൃപയുള്ള നിന്നെയാണ് അവൻ്റെ പദ്ധതികളെ പൊളിക്കാൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ആത്മീകൻ അറിയേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ ക്രിസ്തു ഭക്തനെതിരെ സാത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്ന പദം പോരാട്ടമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് രണ്ട് ക്രിയാപദങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, നിങ്ങൾ സർവായുധം ധരിക്കുക, സർവായുധം എടുക്കുക. ഒരാത്മീകൻ്റെ കരത്തിൽ ആയുധമുണ്ട്, ധരിച്ചതും ആയുധമാണ്. അപ്പോൾ ഒരു ക്രിസ്തു ഭക്തന് സർവായുധവർഗം തന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ അധികാരവും ആയുധവും ഉള്ളത് കൊണ്ട് നേരിട്ട് സാത്താൻ ഒറ്റയ്ക്കിന് വരില്ല. മനസ്സിലാകുന്നുണ്ടോ? സാത്താൻ നേരിട്ടൊരു ആത്മീകൻ്റെ നേരെ വരില്ല. അതിൻ്റെ കാരണം അവൻ അധികാരമുണ്ട്, ആയുധമുണ്ട്. അതായത് നമ്മളൊരു വാക്ക് യേശുവിൻ്റെ നാമത്തിൽ പോയെന്ന് പറഞ്ഞാൽ പോകാനുള്ളതേ ഉള്ളൂ പിശാച്. നമ്മുടെ കൺമുൻപിൽ വന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തെ നീ റിലീസ് ചെയ്താൽ തകരാനുള്ളതേ ഉള്ളൂ സാത്താൻ. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ആയുധമില്ലാത്ത സാത്താൻ, അധികാരമില്ലാത്ത സാത്താൻ ആത്മീകൻ്റെ നേരെ വരുന്ന പോരാട്ടം അവൻ തന്ത്രങ്ങളിലൂടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന് ഉറക്കെ പറയണം, തന്ത്രങ്ങളിലൂടെയാണ്. കാരണം ഒരിക്കലും പിശാചിനെ നമ്മളിലേക്ക് റീച്ച് ചെയ്യാൻ വേറെ വഴിയില്ല. തന്ത്രങ്ങളല്ലാതെ നമ്മിലേക്ക് എത്താൻ വേറെ വഴിയില്ല. സാത്താൻ ഒരു ആത്മീയനിലേക്ക് വരുന്ന തന്ത്രങ്ങൾ, 4 തന്ത്രങ്ങളിലൂടെയാണ് സാത്താൻ ഒരാത്മീയനിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം, തീർന്നില്ലെങ്കിൽ ഇവിടെ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരെണ്ണം കൂടുണ്ട്. ഈ ദൂതുമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് രായിച്ചാൻ ഈ വാക്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ചാടണോ തൊള്ളണോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ഈ വചനവും അതിന് ഒരു ഇൻ്റർലിങ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നാമത്, ഒരാത്മികൻ്റെ അരിയിലേക്ക് സാത്താൻ വരുന്ന അവൻ്റെ തന്ത്രം. എബ്രായ ലേഖനമാണ് 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. സാത്താൻ ഒരാത്മീകനെ തകിടം മറിക്കാൻ, ഒരാത്മീകൻ്റെ അരികിലേക്ക് നേരിട്ട് വരാൻ അവന് പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ ആയുധമില്ല, അധികാരമില്ല. നമുക്ക് ആയുധമുണ്ട്, അധികാരവുമുണ്ട്. അതുകൊണ്ട് നേരിട്ട് വന്നാൽ അവൻ്റെ കാരണം വാള് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളുടെ ഇടം വലം വീശിക്കഴിഞ്ഞാൽ അവന് മുറിവേൽക്കും. ഇനി അതല്ല, കൺമുന്നിൽ വന്നാൽ യേശുവിൻ നാമത്തിൽ പോയെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ കാൽ കീഴെ ചതച്ചു കളയും. അതുകൊണ്ട് തന്നെ അവൻ വളരെ ജാഗരൂകനാണ്. അതുകൊണ്ട് അവൻ തന്ത്രം പ്രയോഗിക്കുന്നത് നമ്മുടെ കൺമുൻപിൽ വരാതെ ഇൻഡയറക്റ്റായി നമ്മിലേക്ക് അവൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അവൻ്റെ തന്ത്രം, ആ തന്ത്രത്തിൻ്റെ ഒന്നാമത്തെ പേരാണ് പാപം. പാപത്തോട് പോരാടുക. അപ്പോൾ ഒരു ക്രിസ്തു ഭക്തൻ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീകൻ്റെ നേരെ സാത്താൻ വരുന്ന വഴി പാപത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ പാപം എന്ന് പറയുന്നത്, പാപമോചനം പ്രാപിച്ചവരാണ്. പാപ സ്വഭാവത്തെ ജയിക്കാൻ പറ്റാത്ത ആത്മീയരോട് പറയാം, പാപം ചെയ്യരുത്, പാപത്തിൽ തോൽക്കരുത്, പാപത്തോട് പൊരുതണം. എപ്പോൾ വരെ പൊരുതണം? പ്രാണൻ പോകുന്നത് വരെ പൊരുതണം. പ്രാണൻ പോകുന്നവരെ പൊരുതണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, പൊരുതി തോറ്റാലോ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അതുകൊണ്ട് തന്നെ പാപം ചെയ്താൽ ദൈവത്തോടല്ല ബന്ധം, പിശാചിനോടാണ്. ഇവിടെ ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പിശാചി പാപം ജയിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ചാണക്യതന്ത്രം എന്താണ്? ചാണക്യതന്ത്രം, നമ്മേക്കാൾ പ്രബലനായ ശത്രു, ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ശത്രുവിനെ മിത്രമാക്കണം. ഇതാണ് ചാണക്യതന്ത്രം. അതായത് ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത
പ്രബലനായ ശത്രുവിനെ മിത്രമാക്കുന്നതാണ് യഥാർത്ഥ ചാണക്യ തന്ത്രമെങ്കിൽ പിശാചിനറിയാം, ഇവളെ എനിക്ക് ജയിക്കാൻ പറ്റില്ല, ഇവനെ എനിക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് എന്നോട് പോരാട്ടമുണ്ട്, എനിക്കിവരോടും പോരാട്ടമുണ്ട്. കാരണം ഇവർക്ക് അധികാരമുണ്ട്, ആയുധമുണ്ട്. നേരിട്ട് ചെന്നാൽ ഞാൻ പരാജയപ്പെടും. അതുകൊണ്ട് സാത്താൻ എടുത്തിരിക്കുന്ന പദ്ധതി എന്താണെന്നറിയാമോ? ഏതു വിധേനയും കൃപയുള്ളതിനെ സാത്താൻ്റെ സൗഹൃദ വലയത്തിലെത്തിക്കുക. അതിനവൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ മാധ്യമം നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, ദൈവകൃപയിൽ നിന്ന് പലതിനെയും വീഴിക്കുന്നൊരു പൈശാചിക സ്വാധീനത്തെ ഇന്നു പകൽ പൊരുതി തോൽപ്പിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ ക്രൈസ്തവ ഭാഗത്ത് കാണത്തില്ല. ഇത് ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾ നിസ്സാരമായി കരുതരുത്. ഈ എഫെസോസ് സഭ 30 വർഷം കൊണ്ട് ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പൗലോസ് ചീഫ് പാസ്റ്ററായ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പറഞ്ഞ് അത്ഭുതങ്ങൾ കണ്ട്, വീര്യപ്രവർത്തികൾ കണ്ട്, റൂമാലിട്ടപ്പ സൗഖ്യം കണ്ട് ഈ വലിയ ദൈവസഭ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു. ഇന്ന് തുർക്കിയിൽ എഫെസോസ് എന്ന സ്ഥലം നമ്മൾ ഈ ചരിത്രത്തിൽ മനസ്സിലാക്കുമ്പോൾ അങ്ങനൊരു സഭയുടെ അവശേഷിപ്പ് ആ നാട്ടിലില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്ര ഉയർന്ന നിലയിലായിരുന്നു, എവിടുന്ന പിശാച് വലിച്ചിട്ടത്. ഓർക്കണം, തിരുവല്ല പട്ടണത്തിൽ കൃപയോടെ നിൽക്കുന്ന നീ മനസ്സിലാക്കേണ്ടത്, ഈ മണ്ണിലൊരു പൈശാചിക മണ്ഡലം ആത്മീയനെതിരെ തലവെക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ, അതിനെ പൊരുതി തോൽപ്പിക്കാൻ ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ചില്ലെങ്കിൽ അത് അപകടമാണ്. സ്തോത്രം. പാപത്തെ പൊരുതി തോൽപ്പിക്കണം. പാപത്തോട് സന്ധി സംഭാഷണം നടത്തരുത്. ഞാനതിനെ പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴാൻ ഒരു ചിന്ത പറയാം. ഈ പിശാച് പാപത്തിൽ വീഴ്ത്തിയാലുള്ള സ്വഭാവൻ്റെ ഗതികേട് പാപബോധം കിട്ടില്ല. അതാണ്. അതുകൊണ്ട് ചിലതിനെ നമുക്കറിയാം പാപത്തില, ചിലത് പാപം ചെയ്യുകയാണെന്ന് നമുക്കറിയാം. പക്ഷേ അവരോട് ചെന്ന് സംസാരിച്ചാൽ അവർ പറയും ഇത് പാവമാണ്. നുണ പറയുന്ന ആളോട് ചോദിക്കണം, പാവമാണെന്ന് നമുക്കറിയാം. നുണയോ ഉള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത്, കറക്റ്റല്ലേ? അവരവ ചോദിക്കുന്നേ, ഉള്ള കാര്യമല്ലേ ഞാനീ പറയുന്നത്, അവർ പറഞ്ഞല്ലേ ഞാൻ ഇവരോട് പറയുന്നത്, അത് നുണയാണ്. സ്തോത്രം. എടാ, മദ്യപാനം പാവമാണ്. പൗലോസ് പറഞ്ഞില്ലേ, അജീർണത നിൽപ്പം അല്പം വീഞ്ഞ് സേവിക്കാൻ കുഴപ്പൻ. സ്തോത്രം. സീരിയൽ കാണരുത്, സിനിമ കാണരുത്, കോമഡി ഷോ കാണരുത്, കാണരുത്. അതൊന്നും കുഴപ്പമില്ല. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. എല്ലാവരും ഉണ്ടോ? ലൈവ് ഉള്ളത് നിങ്ങളുടെ ഭാഗ്യം. ഞാൻ ലൈവ് ഉള്ള നാട്ടുകാർ കാണുന്നതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഒതുങ്ങുക. സ്തോത്രം. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്, ഒരാത്മീയൻ ചെറുതും വലുതുമായ പാപമുണ്ട്. നമുക്കങ്ങനെ ചെറുതും വലുതുമായ പാപമൊന്നാണ്. ഈ ചിലർ പറയുന്നത് തിയേറ്ററിൽ പോയി കാണുന്നത് വലിയ പാപമാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണരുത്. പക്ഷെ മൊബൈലിൽ എന്ത് ചെയ്യാം? തിയേറ്ററിൽ പോയി കാണുന്ന അവരെന്തൊരു ഇത്, തിയേറ്ററിൽ പോയി കാണുന്ന അവർ തിയേറ്ററിലൊക്കെ കാണുന്ന ഇതൊക്കെ മഹാപാതകമാണ്. ഹോട്ട്സ്റ്റാറിലും നെറ്റ്ഫ്ലിക്സിലും എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇത് കാണുന്നത് പാവമായിട്ട് തോന്നുന്നില്ല. ബാങ്ക് റോബറി വലിയ പാപമാണ്. ഓഫറിങ് ഇടാത്തത്, ദശാംശം മുക്കുന്നത്, ചെറുതും വലുതുമായി പാപത്തെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴേ നമ്മളൊരു കാര്യം അറിയണം, പിശാചിന് വലുത് ചെയ്യിപ്പിക്കുന്നതല്ല ഇഷ്ടം. ഒരാത്മീകനെ കൊണ്ട് വലിയ പാപം ചെയ്യിപ്പിക്കുന്നതല്ല സാത്താൻ്റെ ലക്ഷ്യം. അവൻ നോക്കുന്നത് ചെറുത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ചെറുത് ചെയ്താൽ നിന്നെ കൊണ്ട് അവൻ വലുത് ചെയ്യിപ്പിക്കും. ഇന്ന് പകൽ ആത്മാവ് കുടുംബങ്ങളോട് ഇടപെടുന്നത്, രഹസ്യത്തിൽ ചെറിയ പാപം ചെയ്തിട്ട് ആരും കണ്ടില്ലെന്ന് കരുതരുത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ കണ്ണിൽ നീ പിടിക്കപ്പെട്ടിട്ടുണ്ട്.
സ്തോത്രം. ചെറിയ പാപം, വലിയ പാപം. പിശാച് പാപം ചെയ്യിപ്പിക്കുന്നത് അനുദപിക്കാൻ ഇട നൽകാത്ത. ഞാൻ ഒന്നുകൂടെ ലളിതമായിട്ട് പറയാം. നമ്മൾ ഈ ആത്മിക പക്വത പ്രാപിച്ചത് ഗ്രാജ്വലിയാണ് നമ്മൾ ആത്മീക പക്വത പ്രാപിച്ചത്. നമ്മെ ദൈവം വളർത്തി എടുത്താണ് നല്ലൊരു പക്വതയിൽ എത്തിച്ചത്. അങ്ങനെ നമ്മൾ പരിശീലിച്ചാണ് വന്നത്. ആദ്യം ട്രെയിൻ ചെയ്തു. ആ ട്രെയിനിങ് പിന്നീട് നമ്മുടെ ഹാബിറ്റായി, പിന്നീട് നമുക്കത് അഡിക്ഷനായി. ഇങ്ങനെ പോകുന്നത്. അതാണ് ട്രെയിൻ ചെയ്ത് ഹാബിറ്റാകുന്നു, ഹാബിറ്റ് പിന്നെ അഡിക്ഷൻ ആകുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടവിടാതെ സ്തോത്രം പറയുന്നത്. ചിലരെല്ലാത്തിലും സ്തോത്രം. അത് പണ്ടേ അങ്ങനെ അല്ല, പിന്നെ എങ്ങനെ ഗ്രാജ്വലി അങ്ങനെ ആയതാ. അങ്ങനെ ഗ്രാജ്വലി പണിത് ദൈവം ഒരു നല്ല പൊസിഷനിൽ എത്തിച്ചു. സാത്താൻ വീഴിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒറ്റയടിക്കല്ല. ഒറ്റയടിക്ക് വീണാൽ നിനക്കറിയാം വീണെന്ന്. അതുകൊണ്ട് നീ കുതിച്ചെഴുന്നേൽക്കും പെട്ടെന്ന്. എന്നാൽ സാത്താൻ വീഴിക്കുന്നത് ഒറ്റയടിക്കല്ല. 1.5 മണിക്കൂർ പ്രാർത്ഥിച്ച നിന്റെ 1.5 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു 2 മിനിറ്റ് കുറയ്ക്കും. ആ 2 മിനിറ്റ് കുറച്ച് താഴോട്ടെത്തിച്ചിട്ട് അപ്പോഴും നമുക്ക് കുഴപ്പമില്ല. 2 മിനിറ്റ് അല്ലേ പോയത്. ആ 2-ൽ നിന്ന് അടുത്ത 2 ഇങ്ങനെ പല നാളുകൊണ്ടാണ് 0-യിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴേക്കും പോയതുപോലെ ഇറങ്ങി നമ്മുടെ ശീലമായത് മാറിക്കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിൽ വീണവരുണ്ട്. പാപവും ഇങ്ങനെ വീഴിക്കുന്നേ. പിടികിട്ടിയോ? ആദ്യം വീഡിയോ കാണുമ്പം ആടെ കാണും, സ്കിപ്പ് ചെയ്യില്ല. യൂട്യൂബിൽ വീഡിയോ വരുമ്പോൾ ആമസോൺ പ്രൈമിലെ മൂവിയുടെ ആടാണ്. ആദ്യം സ്കിപ്പ് ചെയ്യുമായിരുന്നു, പിന്നെ സ്കിപ്പ് ചെയ്യാതെ ആടൊന്ന് കണ്ടു. അപ്പം 10 ആട് കണ്ടപ്പം ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ട്രെയിലർ കണ്ടു നോക്കി. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ കണ്ടു നോക്കി. അപ്പോഴും കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇത് ഇത്തിരി താഴോട്ട് ഇറങ്ങുന്നത്. ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി തിയേറ്ററിലെത്തി. മുഖമൊക്കെ വാടിയോ? ഞാനീ പറഞ്ഞു വരുന്നത് വലിയ ഡേഞ്ചർ കാര്യമാണ്. ഇത് ഇന്നിൻ്റെ ആത്മീയർക്ക് സംഭവിക്കുന്നൊരു അപകടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പലരുടെയും ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവം വലുത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദൈവം ഇന്നും മൗനമാകുന്നു? എന്തുകൊണ്ട് ദൈവം എന്നിൽ വാഗ്ദത്തങ്ങൾ തരുന്നില്ല? അതിൻ്റെ ഉത്തരം 1 ശമൂവേൽ 13:13 പിശാച് പാപം ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ ഒരു റിസൾട്ട് അവൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. 1 ശമൂവേൽ 13:13. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്റെ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇവിടുത്തെ ഈ വാക്ക് കണ്ടോ? ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ശമൂവേൽ ശൗലിനോട് പറയുന്നു, ശൗലേ, നീ ചെയ്തത് ഭോഷത്വമാണ്. നീ പാപം ചെയ്തത് ഭോഷത്വമാണെന്ന് ശമൂവേൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ശമൂവേൽ പറഞ്ഞു കൊടുക്കുന്നത് വരെ ശൗലിൻ്റെ വിചാരം ഞാനൊരു പ്രാർത്ഥന നടത്തിയതേ ഉള്ളെന്നാണ്. ഒരു പ്രാർത്ഥന നടത്തി, അത്രേ ഉള്ളൂ. പക്ഷേ ശമൂവേൽ പറയുന്നു, നീ ചെയ്തതൊരു വലിയ പാതകമാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? നിന്റെ രാജ്യത്വം ഇനി നിലനിൽക്കത്തില്ല. ദൈവം നിന്റെ രാജ്യത്വം എടുത്തു കളഞ്ഞു. അടുത്ത ആ വാക്ക് കണ്ടോ? നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. എന്താ വാക്കിൻ്റെ അർത്ഥം? ഇവിടെ ശൗൽ രാജാവിൻ്റെ കാലം കഴിഞ്ഞാണ് ദാവീദ് രാജാവാകുന്നത്. ദാവീദിൻ്റെ കാലം കഴിയുമ്പോഴാണ് പ്രവാചക പുസ്തകങ്ങളിലേക്ക് വരുന്നത് ഇശ്ശായിയുടെ മുള, ദാവീദിൻ്റെ കുറ്റി, ദാവീദിൻ്റെ വേര്. ഈ പ്രവചനങ്ങളെല്ലാം ദാവീദിൻ്റെ കാലശേഷമല്ലേ വരുന്നത്? അങ്ങനെങ്കിൽ ഇവിടെ ദാവീദിനെ കുറിച്ച് അവസാനിപ്പിക്കുന്ന അവസാന പ്രവചനം വെളിപ്പാടിലുള്ളേ 22:16 ദാവീദിൻ്റെ വേര്. അങ്ങനെങ്കിൽ ഇവിടെ ശൗലിനോട് പറയുന്ന കാര്യം കണ്ടോ? നിന്റെ രാജ്യത്വം ഇസ്രായേലിന്മേൽ എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ രാജ്യത്വം ഒരിക്കലും അവസാനിക്കത്തില്ലായിരുന്നു. ദാവീദിൻ്റെ
പേരെഴുതിയിടത്തെല്ലാം നിന്റെ പേര് ഞാൻ എഴുതുമായിരുന്നു. ഇശായിയുടെ പേരെഴുതിയിടത്തെല്ലാം നിന്റെ അപ്പൻ കീശിൻ്റെ പേരെഴുതുമായിരുന്നു. അതിൻ്റെ അർത്ഥം കീശിൻ്റെ മുള, കീശിൻ്റെ കുറ്റി, ശൗലിൻ്റെ പേര്, ശൗലിൻ്റെ സന്തതി എന്ന് ദൈവം എഴുതാൻ വെച്ച വലിയ വാഗ്ദത്തത്തിൽ നിന്നാണ് ഒരു പാപം ജയിപ്പിച്ച് വലിച്ച് താഴോട്ടിട്ടതെങ്കിൽ ഇന്ന് പകൽക്കാലം പിശാചിൻ്റെ തന്ത്രം പാപമായി നിന്റെ അരികിൽ വരുന്നത് വിളിയുള്ള, കൃപയുള്ള, ശുശ്രൂഷയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പോരാടേണ്ട, നാളെ സാത്താൻ്റെ പദ്ധതി തകിടം മറിക്കുമെന്നറിയുന്നവനെ വീഴിക്കുന്നതാണ് സാത്താൻ്റെ തന്ത്രം. അതുകൊണ്ട് തന്നെ പാപത്തോട് പൊരുതിയില്ലെങ്കിൽ ആത്മീയർക്ക് വലിയ അപകടം വരും. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത് പാപം വരുന്ന വഴിയെ കണ്ടുണരാൻ, അതിനെ തിരിച്ചറിയാൻ, ഒരു വിവേചനം പ്രാപിച്ച് പാപത്തെ മലർത്തിയടിക്കാൻ ഒരു കൃപ പ്രാപിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കയീനോട് പറയുന്ന പദം ഇതാണ്: കയീൻ, പാപം നിന്റെ വാതിൽക്കൽ, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീയും അതിന് കീഴടക്കണം. ഇവിടെ ഉപയോഗിക്കപ്പെട്ട പദത്തെ റെസ്ലിങ്ങിനോട് ബന്ധപ്പെട്ട ഉപയോഗിക്കുന്നത്. കീഴടക്കുക, കീഴടക്കുക. അതായത് ചിലരുടെ ചിന്ത, ഞാനങ്ങ് മാറിയിരിക്കുക, എനിക്കതിന് താല്പര്യമൊന്നുമില്ല, ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയാൽ പോരെ. എടാ, ഇത് ഒഴിഞ്ഞു മാറുന്ന കേസല്ല. നിനക്ക് മൂടില്ലെങ്കിൽ ഈ പാപത്തിന് നിന്നോട് വലിയ താല്പര്യമാണ്. പിടികിട്ടിയോ? ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയാൽ പോരെ. എടാ, ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. റെസ്ലിംഗ് ഗോതയെ കയറ്റി വിട്ടിട്ട് രണ്ടുപേർ മല്ല് കെട്ടാൻ നിൽക്കുക. പല നിലകളിലുണ്ട് റെസ്ലിംഗ്. അതിൽ ഒന്ന് ഈ ഗ്രില്ല് കൊണ്ട് കവർ ചെയ്യും. അതിൽ റഫറി കയറില്ല, രണ്ട് ഗുസ്തിക്കാർ മാത്രമേ കയറുള്ളൂ. കയറുന്നതിന് മുമ്പ് എഴുതി ഒപ്പിട്ടിട്ടാണ് കയറുന്നത്. കാര്യം മരണം നടന്നാൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ. കയറുമ്പോഴേ ഗ്രില്ലിന് കുറ്റിയിടുക. പിന്നെ തോക്കുകയോ ജയിക്കുകയോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അവിടെ നടക്കും. പരാജയമെങ്കിൽ ജയമെങ്കിൽ എന്തോ ഒന്നും സംഭവിച്ച് കഴിയാൽ ഇത് തുറക്കുകയില്ല. രണ്ടുപേര് നല്ല മല്ലയുദ്ധം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് പറയാൻ പറ്റുമോ, എനിക്ക് എക്സ്ക്യൂസ് മീ, എനിക്ക് അണയ്ക്കുന്നുണ്ട്, 2 മിനിറ്റ് വെള്ളം ഒന്ന് കുടിച്ചിട്ട് വരാം. അവന് നല്ല മൂടി നിൽക്കുമ്പം അവൻ ഇടിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ഞാൻ എവിടെ നിന്ന് പറയാം, നിൽക്ക് 2 മിനിറ്റ്, ഞാനൊന്ന് അണയ്ക്കുന്നു. നീ അണച്ചാൽ അവൻ കാരെ വാരി തറയിലടിക്കും. പിടി കിട്ടിയോ ആത്മീയർക്ക്? ഇങ്ങനെ അണച്ച് റെസ്റ്റിന് എന്നപ്പോൾ അവൻ തറയിലടിച്ചിട്ടിരിക്കുക പലതിനെ. എന്നിട്ടും കൃപയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് മനസ്സിലാക്കണം, നീ കൃപയിലാണോ എന്നുള്ളതൊന്നും ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് പറഞ്ഞത്, മലർത്തി അടിക്കണം പാപത്തെ. പൊരുതി തോൽപ്പിക്കാതെ വിടുതലില്ല. നിന്റെ ദൂത് കേട്ടിട്ട് കാര്യമില്ല. ഒരുപാട് പ്രവചനങ്ങളും ദൂതും കേട്ടിട്ടും നടക്കാത്തതിൻ്റെ പേരിൽ പലരും ഇത് പറയുന്നത് ആ പ്രവാചകൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ആ പാസ്റ്റർ ദൂത് പറഞ്ഞിട്ടാണ്, അല്ലേ നടന്നേനെ. ഇനിയിപ്പം മറ്റേ പാസ്റ്റർ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും. ഏത് പാസ്റ്റർ പറഞ്ഞിട്ട് തന്നെ നിന്നെ കൊണ്ട് ഒരു പാപം ചെയ്യിപ്പിച്ചാൽ മുടങ്ങുന്ന വാഗ്ദത്തമാണെന്ന് നീ പിശാചിനറിയാം. അതുകൊണ്ട് ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്യിപ്പിക്കുന്നത് നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ എടുത്തു കളയാനുള്ള സാത്താൻ്റെ കുതന്ത്രമാണെന്ന് മനസ്സിലാക്കണം. സ്തോത്രം. പാപത്തെ തോൽപ്പിക്കണം. ഇനി ഈ വാഗ്ദത്തം എടുത്ത് കളയാൻ വരുന്ന പാപത്തെ എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വാക്ക് ഞാൻ കാണിച്ചു തരാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഒരു ആത്മീയൻ ഈ പാപമെന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഏറ്റവും വലിയ പാപമായി വ്യഭിചാരമാണെങ്കിൽ എല്ലാവർക്കും നേരെ അതുമായി വരുമെന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ട്. എന്നാൽ അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പുതിയ നിയമത്തിൽ കഷ്ടതയ്ക്ക് 3 ഭാഗമാണ്. പുതിയ നിയമം കഷ്ടതയെ 3 പാർട്ടുകളാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ബാലശിക്ഷ എന്ന് പറയും. 2-ാമത്തെ പാർട്ടാണ് ഇവിടെ പറയുന്നത് പരീക്ഷയാണ്. അടുത്തൊരു പാർട്ടുണ്ട് യാക്കോബ് 1:3 പരിശോധന എന്ന് പറയുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. പരിശോധന. യാക്കോബ് 1:3
മൂന്നാണ് ഞാനിപ്പോൾ ഉദ്ധരിക്കുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നറിഞ്ഞ് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവി. അപ്പൊ ഇവിടെ പറയുന്നു പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധന. ഇവിടെ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഡൊക്കിബിയോൻ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ട്രൈ, ടെസ്റ്റ്, പ്രൂവ്. ഒരു ആത്മീയന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന, അത് പ്രമോഷന് വേണ്ടിയാണ്. ഒരു പ്രമോഷൻ നടക്കാൻ കർത്താവ് നമ്മെ പരിശോധിക്കാറുണ്ട്. ആ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പൊന്നിനോടാണ് കർത്താവ് ഉപമിച്ചിരിക്കുന്നത്. ദാസൻ പത്രോസ് പറയുന്നു, വിശ്വാസത്തിൻ്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയത്. പൊന്നിനെ പരിശോധിക്കുന്നത് വറചട്ടിക്ക് നടുവിൽ, കനൽ കട്ടയ്ക്കും നടുവിലുള്ള ഉരുക്കുപീഠത്തിൻ്റെ മുകളിലാണ് പൊന്നിനെ വെച്ച് പരിശോധിക്കുന്നത്. അവിടെ പൊന്നിനെ വെച്ച് ഈ ഉരുക്കുപീഠത്തിന് ചൂട് പിടിക്കുമ്പോൾ പൊന്ന് പതിയെ ഉരുകിത്തുടങ്ങും. ഉരുകിത്തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഇതര ലോഹങ്ങൾ, കല്ലിൻ്റെ മണലിൻ്റെ അംശങ്ങളൊക്കെ പുറത്തു വരിക. ഇത് പുറത്തു വരണമെങ്കിൽ ചൂട് പിടിച്ചേ മതിയാകൂ. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ ഒരു ഉറപ്പ് എന്താണെന്നറിയാമോ? ഈ സമയത്ത് പൊന്ന് ശോധന ചെയ്യുമ്പോൾ തട്ടാൻ അടുത്ത് തന്നെ കാണും. തട്ടാൻ്റെ ശ്രദ്ധയിലാണ്, തട്ടാൻ്റെ പരിധിക്കകത്താണ് ഈ ശോധന നടക്കുന്നത്. എപ്പോൾ ഈ ശോധന അവസാനിക്കും? അവസാന കീടവും പൊന്നിൽ നിന്നും മാറുമ്പോൾ തട്ടാൻ അതിനെ പുറത്തെടുക്കുമെങ്കിൽ, ഇന്ന് പകൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ആത്മീയന് വരുന്ന പരിശോധന, നിന്റെ കുറവുകൾ നീ കണ്ടെത്തി പരിഹരിക്കും വരെ ഉള്ളൂ ആ പരിശോധന. ഇന്ന് പകലും താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത പ്രതികൂലത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ തമ്പുരാനോട് ചോദിക്കണം, അപ്പാ എവിടാ ഞാൻ ശരിയാകേണ്ടത്? നിന്റെ കണ്ണിൽ എവിടാ കുറവുള്ളത്? ഞാൻ ഏത് ഭാഗമാ ക്ലിയർ ആക്കേണ്ടത്? ഏത് സ്വഭാവമാ മാറ്റേണ്ടത്? ഏത് ഭാഗത്താ ഞാൻ ഇനിയും വിശുദ്ധനാകേണ്ടത്? ആ ക്രമീകരണങ്ങൾ വരുത്തുന്നത് വരെ ശോധനയുള്ളൂ. എന്നാൽ ഇവിടെ 12-ാം വാക്യത്തിൽ പറയുന്നത് പരീക്ഷ. പരീക്ഷ, ആ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷ. ഇവിടെ കൊടുത്തിരിക്കുന്ന പൈറാസ്മോസ്, പൈറാസ്മോസ്, ആ വാക്കിൻ്റെ അർത്ഥം ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങളെന്ന്. പ്രലോഭനങ്ങൾ. അപ്പോൾ പരിശോധന പ്രമോഷനാണെങ്കിൽ, പ്രലോഭനം ഉള്ള പൊസിഷനിൽ നിന്ന് വലിച്ചു താഴെ ഇടാൻ. എത്ര പേർക്ക് പിടികിട്ടി? നിൽക്കുന്നൊരു പൊസിഷനിൽ നിന്ന് നിന്നെ വലിച്ച് താഴെ ഇടാൻ സാത്താൻ്റെ കയ്യിലുള്ള കുതന്ത്രം പ്രലോഭനമാണ്. ഇത് തിരിച്ചറിയണം. പ്രലോഭിപ്പിക്കുകയാണ്. ഈ പ്രലോഭിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പോർക്കളമാണെന്ന് പറയുമ്പോൾ ഇന്നിൻ്റെ ആത്മീയർ ഈ പോർക്കളത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമുക്കെപ്പോഴാണ് പോരാട്ടമുള്ളത്? ഉപവാസ പ്രാർത്ഥനയിൽ പോരാട്ടമുണ്ട്, അന്നേരം ഒരു പോരാട്ടവും ആരാധനയും. പിന്നെ വെള്ളിയാഴ്ചകളിൽ പോരാട്ടം, ഞായറാഴ്ചകളിൽ പോരാട്ടം, തിങ്കൾ മുതൽ വ്യാഴം വരെ റിലാക്സ് ചെയ്യുക, ശനിയാഴ്ചയും റിലാക്സ് ചെയ്യുക. ലഡാക്കിൽ നമ്മുടെ ജവാന്മാരുണ്ട്. ലഡാക്കിൽ എത്തി കഴിയുമ്പോൾ, ലേ ലഡാക്ക് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്ഥലം. നമ്മളിവിടെ സൗത്ത് ഇന്ത്യ താഴ്ഭാഗത്ത് ലേ ലഡാക്കിൽ നിൽക്കുന്ന നമ്മുടെ ജവാന്മാർ, അതിൻ്റെ മുകളിലാണ് പാകിസ്ഥാൻ പട്ടാളം. അവിടെ നിന്നിട്ട് ഇന്ത്യൻ ജവാന്മാർ വെടിവെക്കുന്നത് അഭിനയമാണോ നടത്തുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ടിഷ്യൂ ടിഷ്യൂ. അപ്പോൾ അത് നീ വെക്കിനി ശബ്ദം. അപ്പോൾ അടുത്ത് ഇവരെല്ലാം കൂടി ഇങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? പിടികിട്ടുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. പോരാട്ടം പോരാട്ടമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേ, ഞാനീ പറഞ്ഞു വരുന്നത് കഴുതത്തലയും പൂച്ചത്തലയുടെയും കാര്യമല്ല. അതൊക്കെ വിട്, അതൊക്കെ നിസ്സാര കാര്യം. ഇതല്ല. ലൂസിഫർ നേരിട്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ആര്? അവൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ളതിൻ്റെ ലിസ്റ്റ്. അവർക്കെതിരെ ഫൈറ്റുണ്ട്. കാരണം അവർ പൊരുതിയേ പറ്റൂ. അവർ പൊരുതാനാ നിൽക്കേണ്ടത്. ഒരു ആത്മീയൻ പോർക്കളത്തിലാണെന്ന് പറയുമ്പോൾ ഇവിടെ അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്നത്തെ ആത്മീയത അഭിനയമല്ലേ?
നമ്മളിവിടെ വന്ന് കാട്ടിക്കൂട്ടുന്ന അഭിനയം കൊണ്ട് പിശാചിനെ ജയിക്കാൻ പറ്റില്ല. 2.5 മണിക്കൂർ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ നല്ല ഈ ടിഷ്യൂ വെക്കുക. അപ്പോൾ പുറത്തിരുന്ന് പിശാച് എന്താ പറയുന്നത്? സാരമില്ലെന്നേ, അവര് അഭിനയിക്കാൻ പോയതാ, തോക്കുമില്ല ഉണ്ടയുമില്ല. തോക്കും ഉണ്ടയൊന്നുമില്ല, പിന്നെ ടിഷ്യൂ. കാര്യം എന്താ? പിശാച് പറയുന്നുണ്ട്, ഞാൻ വീടിച്ചിട്ടിരിക്കുക, പിന്നെ ഞായറാഴ്ച വരുമ്പം വീണ് കിടക്കുക. പിശാച് പറയും വീട് കിടക്കുക, തോക്കുമില്ല ഉണ്ടയുമില്ല വാളുമില്ല, എല്ലാം പോയി. ഇത് തിരിച്ചറിയണം. ദാഗോന്റെ ക്ഷേത്രത്തിൽ കരുത്തനായവൻ പിശാച് തേടുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? നിന്റെ ശക്തിയുടെ ഉറവിടം എവിടാ? നിന്നെ നീയാക്കുന്ന ഉറവിടം എവിടാ? അവിടേക്കാണ് അവന്റെ കണ്ണ്. അഭിഷേകം പോയാൽ പോകാനുള്ളതേ ഉള്ളൂ നിന്റെ ക്രിസ്തീയ ജീവിതമെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇന്ന് പകൽ മനസ്സിലാക്കണം, പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പിശാച് എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4:3 വായിക്കണം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. എപ്പോഴടുത്തു വന്നു? 4:2 അവസാനം. ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. എപ്പോൾ അടുത്തു വന്നു? ഉപവസിച്ച ശേഷം വിശന്നു. അപ്പോൾ എപ്പോൾ പിശാച് അടുത്തു വന്നു? വിശന്നപ്പോൾ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ്, വിശന്നപ്പോൾ. ഞാൻ അവിടുന്ന് നമ്മൾ ഈ പിശാച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് തീരെ അങ്ങ് കരിവാരി തേച്ചങ്ങ് ഒതുക്കിയിട്ടിരിക്കുക. ഞാൻ ആളെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തി തരാം. യേശുവിന് വിശന്നു എന്ന് ആർക്ക് പിടികിട്ടി? അപ്പോഴേ ബിഷപ്പെന്ന് പറയുന്ന ആമാശയത്തിൽ ഭക്ഷണമില്ലാതായപ്പോൾ ആമാശയം ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുത്തു. ആ സിഗ്നൽ നമുക്ക് മനസ്സിലായി വിശപ്പ്, ഒരു ഇമോഷൻ. അതാണ് വിശപ്പ്. അപ്പോൾ യേശുവിൻ്റെ ഈ ഇമോഷൻ ആർക്ക് പിടികിട്ടി? യേശുവിൻ്റെ ഇമോഷൻ വരെ പിശാചിന് പിടികിട്ടിയെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ കൈക്ക് പിടിച്ച് പറ, യേശുവിൻ്റെ ഇമോഷൻ വരെ പിശാചിന് പിടികിട്ടി. അതൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഇനി ആളെ പിടികിട്ടിയോ? യേശുവിൻ്റെ വിശപ്പ് എന്ന ഇമോഷൻ അറിഞ്ഞവന് നിന്റെ കൃത്യമായ ലിസ്റ്റുണ്ട്. പിടികിട്ടിയോ? നിന്റെ ഹൃദയത്തിൻ്റെ സകലം നിരൂപണവും ആ പിശാചിനറിയാം. നിന്റെ വാക്കവൻ അറിയാം, നിന്റെ മൊബൈൽ ഹിസ്റ്ററി അറിയാം, നിന്റെ വാട്സാപ്പ് അറിയാം, നിന്റെ ഇൻസ്റ്റാഗ്രാം അറിയാം, നിന്റെ ചാറ്റിംഗ് അറിയാം, നിന്റെ ഫോൺ കോൾ അറിയാം, നീ എപ്പോൾ ഉറങ്ങുമെന്നറിയാം, എപ്പോൾ എഴുന്നേക്കുമെന്നറിയാം. ഇതറിഞ്ഞു വേണം സാത്താനെതിരെ പദ്ധതികളെ ആസൂത്രണം ചെയ്യാൻ. സ്തോത്രം. നമ്മളിവിടെ 1 മണി വരെ പോരാടുക. 1 മണി വരെ പോരാടുമ്പം പിശാച് എന്താ പറയുന്നത്? 1:30 ആകുമ്പോൾ അങ്ങ് യൂട്യൂബ് വരും. അതാ നമ്മളിവിടെ രാത്രി 9 വരെ കത്തിക്കാളുന്ന തീ. പതറുകയില്ല ഞാൻ, പതറുക. അമ്മാടനും മറന്ന് യക്ഷിയല്ല പുറത്തിരുന്ന് പറയുന്നു, സാരമില്ലെന്നേ, പേടിക്കൊന്നും വേണ്ട, അത് ഈ 9:30 തീരും. 11 ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് നിന്നെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതി. യേശുവിൻ്റെ ഇമോഷൻ അറിഞ്ഞെങ്കിൽ ഓരോ ആത്മീകനും അറിയണം, നിന്റെ ഇമോഷൻസ് എല്ലാം പിശാചിനും കൂടെ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, സാത്താൻ ഇടം കൊടുക്കരുത്, അവൻ നിന്നെ പരാജയപ്പെടുത്താൻ അവസരം കൊടുക്കരുത്. കാരണം നിന്റെ മേൽ വലിയൊരു വിളിയുണ്ട്. എന്ന പകൽ ചില അന്ധകാര മണ്ഡലങ്ങൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കുമെതിരെ ഒരുക്കുന്ന കെണികൾ എന്ന പകൽ പൊളിക്കാൻ ഒരുപറ്റം ആത്മീയരെ ദൈവകൃപ കൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തീകരിക്കാൻ പോകുകയാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 13-ാം വാക്യത്തിൽ ഈ പരീക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുണ്ടോ? 13-ാം വാക്യം, യാക്കോബ് 1:13.
പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ കാക്കോസ് സിൻ ഈവിൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദൈവം പാപം കൊണ്ട് ആരെയും പരീക്ഷിക്കുകയല്ലെന്ന് മാത്രമല്ല, ദൈവത്തെ പാപത്തിന് പരീക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 പറയുന്നു, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട നമ്മുടെ കർത്താവ്. പാപത്തിന് മാത്രം കർത്താവിനെ പരീക്ഷിക്കാൻ പറ്റിയില്ല, ബാക്കി എല്ലാത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. അതെ, നമ്മൾ തുടർന്ന് വായിച്ചോളൂ. ദോഷങ്ങളാൽ താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓരോരുത്തൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണേ, പിശാച് ഈ പ്രലോഭിപ്പിക്കുന്ന രീതി കണ്ടോണം. സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ട്, നമ്മൾ ഈ കരുതുന്നത് പോലെ നമ്മുടെ വിചാരം 7-ാം കൽപ്പന ലംഘനം വലിയ പാപമാണ്, ബാക്കിയൊക്കെ ചെറുതായിട്ടാണ്. പിശാച് പറയുന്നത് വലുതല്ല, ചെറുത്. അതായത് സ്വന്തം മോഹത്താൽ യേശുനാഥൻ്റെ വിശപ്പറിഞ്ഞ പിശാച് അവൻ ഇറക്കിയ തന്ത്രം എന്താ? സ്വന്തം മോഹത്താൽ കർത്താവിൻ്റെ അടുത്ത് വന്ന് പരീക്ഷ നടത്തിയ ആ പിശാചിൻ്റെ പ്രലോഭനം നിങ്ങൾ നോക്കണം. 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്താവിനോട് പറയുന്നു, ഈ കല്ല് അപ്പമാകുക. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? ബിഷപ്പാണ്, എന്തു വേണം? ആഹാരം വേണം. പിശാച് കൊണ്ടുവന്നത് എന്താ? ആഹാരമല്ലേ? ഈ കല്ലിനോട് ഈ സ്ഥാനത്ത് നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്താ? യേശുവിൻ നാമത്തിൽ അപ്പം. അങ്ങനെ എല്ലാ കല്ലും അപ്പം, എല്ലാ മലയും അപ്പം. പിറ്റേ ഞായറാഴ്ച സാക്ഷ്യം എന്താ? നന്ദിയാൽ ഉള്ളം തുള്ളുന്ന പാട്ട്. എന്നിട്ട് നമ്മൾ പറയുന്ന 2 വാക്യമുണ്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമരമായി ദൈവം ചെയ്തു. പിന്നെ അടുത്തൊരു വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം തന്നു. ദൈവമക്കളെ, ഞാൻ ശരിക്കും പറഞ്ഞ 40 ദിവസം ഉപവസിച്ചിരുന്നു, ഞാൻ പോലും വിചാരിച്ചില്ല ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഞാൻ ചോദിച്ചു പോലുമില്ല. എന്നോട് അത് പറഞ്ഞു അപ്പമാകാൻ. ഞാൻ അങ്ങനെ എല്ലാം അപ്പമാക്കി. ചുരുക്കി പറഞ്ഞാൽ മല മൊത്തം അപ്പം. പിറ്റേ ദിവസം പത്രത്തിൽ പടം വരും, യേശു ഉറുമ്പുകടിയേറ്റ് മരിച്ചു. മൊത്തം അപ്പമല്ലേ, എവിടെ പോകാനാ? ഇങ്ങനെ ഉറുമ്പുകടി ഏറ്റിരിക്കുക നമ്മുടെ പലതും. കാര്യമേ, ഈ നമ്മുടെ മോഹത്തിനൊത്താണ് സാത്താൻ പ്രലോഭനം തയ്യാറാക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കൂടെ ബിവറേജിൽ കൊണ്ടുപോകുന്നല്ല, എല്ലാവരെയും കൂടെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നല്ല. ഓരോരുത്തരുടെ മോഹം അതിനൊത്ത പ്ലാൻ. കോവിഡ് സമയത്ത് ഞാൻ പാർക്കുന്നത് കൊല്ലത്ത് പുലിച്ചിറ എന്ന സ്ഥലമാണ്. അവിടുന്ന് 100-300 ഉള്ളു കായൽവാരം. കായൽ തീരമാണ് ഞാൻ താമസിക്കുന്നത്. കോവിഡ് സമയത്ത് ഞങ്ങളുടെ ഒരു സഹോദരനെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റേ സമയം കളയാം, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. അങ്ങനെ എന്നെയും കൊണ്ട് സാജൻ മീൻ പിടിക്കാൻ പോയി. റെയിൽവേ ഗേറ്റിൻ്റെ മുകളിൽ നേരം കളയാൻ പോയതാണ്. കുറേ കൊഞ്ചുമായിട്ട് പോയി മീൻ പിടിക്കാനിരുന്നു. എന്നോട് പറഞ്ഞു, നമുക്ക് അഴുതയും ചെമ്പല്ലിയും കിട്ടും. ഞാൻ ഓർത്ത് ചെമ്പല്ലി എങ്കിൽ ചെമ്പല്ലി കിട്ടുമല്ലോ. രാവിലെ 10-ന് പോയി, വൈകുന്നേരം 4:30 വരെ ഇരുന്നിട്ട് എനിക്ക് കിട്ടുന്നത് മുഴുവനും കല്ലുമ്മക്കായയുടെ കല്ലാണ്. ഞാനതെല്ലാം ഒരു ചാക്ക് വലിച്ചു കയറ്റി. ഞങ്ങൾ രണ്ടും വിഷാദത്തോടെ 4:30 പോരുമ്പോൾ അപ്പുറത്ത് കുറച്ച് പേർക്ക് ചെമ്പല്ലിയൊക്കെ കിട്ടി. ഞങ്ങൾ ചോദിച്ചു, എന്താ പറ്റി? നിങ്ങൾക്ക് കിട്ടി? ഞങ്ങൾക്ക് കിട്ടി. എന്താ കിട്ട? കൊഞ്ച്. അപ്പം നിങ്ങളുടെ കൊഞ്ച് ഞങ്ങളുടെ കൊഞ്ച് വിട്ടിട്ട് കിട്ടിയില്ലല്ലോ. അപ്പം നോക്കിയപ്പോൾ അവരുടെ കൊഞ്ച് ജീവനുള്ള കൊഞ്ച്, ഞങ്ങളുടെ എല്ലാം കൂടെ ചത്ത് അഴുകിയ കൊഞ്ച്. പിടികിട്ടിയോ? അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്, അഴുതയും ഈ ചെമ്പല്ലിയും കല്ലിനിടയ്ക്ക് കയറിയിരിക്കുന്ന. അതിനെ പുറത്തിറക്കണമെങ്കിൽ ഞങ്ങൾ ഈ ചത്ത കൊഞ്ചിനെ ഇട്ടിട്ടിരിക്കുക ഇറക്കാൻ. ഇതുങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അതുങ്ങൾ നോക്കിയിട്ട് പറയുന്നത് എന്നറിയാമോ? 2 എണ്ണം ഇട്ടിരിക്കുക ചത്തത്. നിൻ്റെ ചത്തത് ഞങ്ങൾക്ക് വേണം. അവരാ കല്ലിനിടയ്ക്കലിരിക്കുക. അവരിറങ്ങണമെങ്കിൽ ജീവനുള്ള കൊഞ്ച് തന്നെ വേണം. ശ്രദ്ധിച്ചോണേ. അപ്പോഴാണ് പിടി കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് കരിമീൻ വേണമെങ്കിൽ വേറെ ചൂണ്ട വേണം, വേറെ ഇര വേണം. നമ്മളാകെ ഗോതമ്പും ചുരുട്ടി ചൂണ്ടയെ കൊരുത്തിട്ട് നെമ്മീനെ പിടിക്കാനിരിക്കുക. അല്ല, അതിന് ചൂര തന്നെ വേണം. അപ്പോൾ അതായത് ഓരോ മീനും ഇഷ്ടം എന്താണോ അതിനൊത്ത ഇരയെ തയ്യാറാക്കുന്നത് പോലാണ്
ഇവിടെ പിശാചിൻ്റെ ചൂണ്ടയ്ക്കകത്ത് നിന്റെ ഹൃദയവും നിന്റെ ഇമോഷനും നിന്റെ വികാരങ്ങളും അറിഞ്ഞിട്ടാണ് അവൻ ചൂണ്ടയിൽ ഇരയെ കുരുക്കുന്നത്. ഇതും മനസ്സിലാക്കാത്ത വിശ്വാസി പരാജയപ്പെട്ടു പോകും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം തിരുവെഴുത്തിൻ്റെ വെളിപ്പാടിൽ ഓരോ ആത്മികനും മനസ്സിലാക്കേണ്ടത്, നിന്റെ ബലഹീനത അറിഞ്ഞ്, നിന്റെ ചിന്തകൾ അറിഞ്ഞ്, നിന്റെ വീഴ്ചയെ പ്ലാൻ ചെയ്യുന്ന ഒരു പിശാചുണ്ട്. അവനോടാ നിനക്ക് പോരാട്ടം. ഇത് മനസ്സിലാക്കണം. പൊരുതാതെ രക്ഷയില്ല. പൊരുതണമെങ്കിൽ അപ്പോൾ അവിടെയാണ് ഒരു ആത്മീയൻ അച്ചടക്കം പാലിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടൈറ്റിൽ, ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പിടിച്ചടക്കുക, പൊരുതുക, നിലനിൽക്കുക, പിന്തുടരുക. ഈ വാക്കുകളാ ഈ അനുഗ്രഹീതമായ കണ്ടന്റ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു ആത്മീകൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിന്നെ വീഴിക്കുന്ന ചിലതുണ്ട്, പ്രലോഭനങ്ങൾ. ഈ പ്രലോഭനങ്ങളെ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് പെട്ടെന്നൊന്ന് പറയുക. ഈ പ്രലോഭനങ്ങളുടെ അടുത്തൊരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, പിശാച് ഒരു ആത്മീകനെ പ്രലോഭിപ്പിക്കുന്ന രീതി ബലഹീനതകളാണ്. ഒരു ആത്മീകൻ്റെ അകത്തെ പാപത്തെ പുറത്തു കൊണ്ടുവരാതെ അവൻ അശുദ്ധനാകത്തില്ല. കർത്താവ് പറഞ്ഞു, അകത്തോട്ട് പോകുന്നതല്ല, അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നത് അത്രേ നിങ്ങളെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ ഒരു ആത്മീകൻ അശുദ്ധനാകണമെങ്കിൽ അകത്ത് കിടക്കുന്ന പാപ സ്വഭാവം പുറത്തു വരണം. പുറത്തു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ബലഹീനത. എല്ലാവർക്കും ബലഹീനതയുണ്ട്. ഈ ബലഹീനതയുടെ വശത്തൂടെയാണ് നമ്മുടെ അകത്ത് കിടക്കുന്ന പാപം പുറത്തു വരുള്ളൂ. അപ്പോൾ ഈ പിശാചിന് നമ്മുടെ ബലഹീനത കൃത്യമായിട്ട് അറിയാം. അവിടെയാണ് ഒരു ആത്മീകൻ ജാഗരൂകനാകേണ്ടത്. എല്ലാവർക്കും ഉണ്ട്. എനിക്കും ബലഹീനത ഉണ്ടായിരുന്നു. എൻ്റെ ബലഹീനത മുൻകോപമായിരുന്നു. മുൻകോപമായിരുന്നു, സാധാരണ മുൻകോപം. കർത്താവിൻ്റെ വേലയ്ക്ക് വന്നപ്പോൾ ഈ മുൻകോപത്തിന് മാറ്റമില്ല. അതുകൊണ്ട് വിശ്വാസികൾക്ക് വളരെ പ്രയാസമായിരുന്നു. മൂന്നാമത്തെ പൈനിയർ സഭയാണ്. അതുകൊണ്ട് ഈ സ്ഥലമാറ്റം വന്നത് ഞാൻ ഒഴിവാക്കിയതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം മുൻകോപം പിടിച്ച് എൻ്റെ അടി കൊണ്ട് വിശ്വാസിയും കമ്മിറ്റിയും ഒക്കെ ചെതറും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് പൈനിയറെ എനിക്ക് പറ്റൂ. അതുതന്നെ എന്തോ ഒരു പ്രയാസമാണ്. കണ്ണടച്ചില്ലേ കുറ്റം, ഇരുന്നിട്ട് എഴുന്നേറ്റില്ലേ കുറ്റം, ആരാധിക്കാതൊക്കെ ഇരുന്ന് എനിക്ക് കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നു. ആരാധിക്കുന്ന സമയത്ത് ചെവിച്ചെന്ന് ഞാൻ പറയും, എന്തിനാ വന്നിരിക്കുന്നത്, ഇറങ്ങിപ്പോയിക്കൂടായോ? എന്നാലും അവരിയ്ക്കും. കാര്യം അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പാസ്റ്റർ ഇതാ പറഞ്ഞതെന്ന്. ആരോഗ്യം എന്താ പാസ്റ്റർ പറഞ്ഞു? ദൂതാടി ദൂത്. എനിക്ക് പിടികിട്ടി ഇതെനിക്ക് വലിയ ദ്രോഹമാകും. ഞാൻ 3 തവണ 21 ഉപവസിച്ചു, കർത്താവ് ഈ മുൻകോപം മാറ്റണമെന്ന്. ഞാൻ 3 തവണ 21 ഉപവസിച്ചോടുകൂടി എനിക്ക് ദൈവം കൃപ തന്നു. ഏതാണെന്നറിയാം, ഈ മുൻകോപത്തിൻ്റെ ബലഹീനത എനിക്ക് അതിജീവിക്കാൻ കൃപ തന്നു. കൃപ തന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകം തോന്നി, ഇപ്പോൾ ഉറങ്ങിയാലും എനിക്ക് വിഷയമില്ല, പ്രസംഗം വരും. സാധാരണ നമ്മുടെ ഉപദേശിമാർക്ക് ആദ്യത്തെ 15-20 മിനിറ്റ് സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. എന്താണെന്നറിയാമോ? ജനം അനങ്ങാതിരിക്കുമ്പോൾ അവരൊന്ന് അന്യഭാഷ പറഞ്ഞ് ഒന്ന് സ്തുതിക്കാൻ അവർ കഷ്ടപ്പെടും. കാര്യം ജനമൊട്ട് അനങ്ങത്തുമില്ല. അവർ പറയും അല്പസമയം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം, അല്പസമയം അന്യഭാഷയെ പ്രാർത്ഥിക്കാം, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം, പിന്നെ പറയും ശക്തിയോടെ അങ്ങനെ എല്ലാവരും ഒരു 10 എണ്ണം അന്യഭാഷ എന്ന് പറഞ്ഞ് ഒന്ന് ഊർജ്ജസ്വലതയിലാകുമ്പോഴാണ് പ്രസംഗം വരുന്നത്. എനിക്ക് വിഷയമില്ല. ഞാൻ ആ കൃപ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇരുന്നാലും ഞാനീ പറയും. നിങ്ങളുടെ ചിലരുടെ മുഖം കണ്ടാൽ ഞാനിത് നിർത്തേണ്ടതാ. ഞാൻ ഇത്രയും കഠിനമായ പ്രസംഗം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ 2 മണിക്കൂർ ഞാൻ കരഞ്ഞിട്ടായി വരുന്നത്. ഇന്ന് രാവിലെ തന്നെ 7:15 മുതൽ 9:15 വരെ ഞാനിരുന്ന് കരഞ്ഞ കർത്താവേ, ഏതും പോരാത്ത രായ്ച്ചാൻ്റെ ജനമാണ്. അവരോട് ഞാനിത് പറഞ്ഞ തമ്പുരാനെ നീ മനസ്സിലാക്കി കൊടുക്കണേ. അയ്യോ എന്നും പറഞ്ഞ് ഞാൻ വാവിട്ട് കരഞ്ഞിട്ടായി നിൽക്കുന്നേ. അതുകൊണ്ട് നിങ്ങളിനി എങ്ങനെ ഇരുന്നാലും ഞാനിതങ്ങ് പറയും. അത് കൃപ കിട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനീഷ് കൊല്ലമെന്ന എൻ്റെ അകത്തുനിന്ന് പാപത്തെ പുറത്തെടുക്കാൻ സാത്താൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നറിയാമോ? എൻ്റെ മുൻകോപം പുറത്തു വരണം. വരാതെ ഞാൻ അശുദ്ധനാകുകയല്ല.
അതിനവൻ്റെ കുതന്ത്രം പുറത്തെടുക്കുക എന്നാ. അതിനെങ്ങനെ പണിയെന്നറിയാവോ? എൻ്റെ അയലപക്കത്തു നിന്ന് 10 പേര് വന്ന് എന്നെ അസഭ്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ മുൻകോപം പുറത്തു വരില്ല. അങ്ങനെ വന്നാൽ എനിക്ക് 2 പട്ടികളുണ്ട്. ഒന്ന് ബ്രൂണോയും ക്രോണയും, ഒന്ന് ലാബും മറ്റൊന്ന് ഡോബർമാനും. 2 എണ്ണത്തെ അഴിച്ചു വിടുമ്പം വന്നവരുടെ കോപം ശമിക്കും. പക്ഷേ ഇതല്ല സാത്താൻ്റെ പദ്ധതി. 18 വയസ്സുള്ള ഇരട്ടപ്പിള്ളാരും വീട്ടിലുണ്ട്, എൻ്റെ ഭാര്യയും വീട്ടിലുണ്ട്. ഇവരിലൂടാണ് എൻ്റെ മുൻകോപം പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അവർ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ നായ്ക്കളെ അഴിച്ചു വിട്ടിട്ട് എന്നാ പ്രയോജനം? ഇതുങ്ങളെ അഴിച്ചു വിട്ടിട്ട് ഞാനിത് എങ്ങോട്ട് പോകും? ഇവിടെയാണ് ദൈവമക്കൾ അറിയേണ്ടത്. സഭാ ഹാളിലല്ല നിൻ്റെ പ്രലോഭനം, നിൻ്റെ വീട്ടിലാണ് വരുന്നത്. ഇവിടെയാണ് ഒരു ആത്മീയൻ അറിയേണ്ടത്. പലർക്കും സഭായോഗത്തിൽ വരുമ്പോൾ ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, പാട്ടുണ്ട്. വീട്ടിലില്ലാതാകുന്നെങ്കിൽ ഓർക്കണം, അവിടെയാണ് നീ തോൽക്കുന്നത്, അവിടെയാണ് നിന്നെ പരാജയപ്പെടുത്തുന്നത്, അവിടെയാണ് നീ കൃപ പ്രാപിക്കേണ്ടത്, അവിടെയാണ് നീ കൃപയിൽ നിറയേണ്ടത്, അവിടെ അഭിഷേകം ജ്വലിപ്പിക്കണം, അവിടെയാണ് പൈശാചിക പദ്ധതിയെ ജയിക്കേണ്ടത്. സ്തോത്രം. ഇന്ന് പകൽ ചില സഹോദരിമാർ ഉണ്ട്, പാസ്റ്ററെ എനിക്ക് ഈ കോപം ഉണ്ടെന്ന് അച്ചായൻ അറിയത്തില്ലയോ? സഹോദരി, നിനക്ക് കോപം ഉണ്ടെന്ന് അച്ചായനും അറിയാം, അതിനേക്കാൾ ഈ പിശാചിനും അറിയാം. പിശാചിനറിയാം അങ്ങേര് കറിക്ക് ഉപ്പില്ലെന്ന് പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ നിൻ്റെ കൃപയെന്നുള്ളത് ഈ പിശാചിനറിയാം. അതുകൊണ്ട് പാപത്താൻ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ അതിൽ കയറി തൊടും. അതോടുകൂടി ഇവിടെ ഉപസിച്ചത് അവിടെ അങ്ങ് പോകും. ചെറുതിലാണ് വീഴിക്കുന്നത്. അതാ നമ്മൾ പറഞ്ഞു വരുന്നത്. വലുതല്ല സാത്താൻ്റെ പ്ലാൻ, ചെറുതി വീഴിക്കുക. ഇങ്ങനെ വീഴുന്നവരുണ്ട്, ഇങ്ങനെ വീണിട്ടിരിക്കുക. പക്ഷേ നമ്മൾ ഈ ശിംശോൻ്റെ കാര്യം പറഞ്ഞ പോലെ, ശിംശോൻ സിംഹത്തെയൊക്കെ കൊന്നത് ശരിയാ, സിംഹത്തെ കൊന്നത് ശരിയാ. പക്ഷേ അവിടുന്ന് തന്നെ പോയി തേനെടുത്ത് കുടിച്ചു. അതോടുകൂടി പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമാവുക. വലുതിൽ പിടിച്ചു നിന്നിട്ടും ചെറുതിൽ തൂക്കുക. ചില അച്ചായന്മാരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തെടുത്ത് വെക്കണം. പാസ്റ്റർ എനിക്ക് എടുത്തെടുത്ത് വെക്കണം. അത് ഈ പിള്ളേരാണെങ്കിൽ എടുത്തെടുത്ത് വെക്കത്തില്ല. എല്ലാം അങ്ങ് എനിക്ക് കാണുമ്പോഴേ കൺട്രോളൂ. ഈ കൺട്രോൾ നിൻ്റെ പോകുമ്പോൾ നീ ഭൂതത്തിന് അറിയാവുന്നതുകൊണ്ട് പിള്ളേരെ കൊണ്ട് തന്നെ എടുത്തത് അവിടെ ഇവിടെ ചിന്ന ഭിന്നമാക്കിയിടും. അപ്പോഴേക്ക് ഇവിടുന്ന് കൃപ പ്രാപിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പം ശിംശോൻ്റെ ജട വടിച്ചിറക്കിയിട്ട് നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കുക. ജടയല്ല പോയി മുട്ടയടിച്ച ശിംശോ നിൽക്കുന്ന പോലെ നിൽക്കുക. ഇങ്ങനെ ചങ്ങല ബന്ധിച്ച് അവിടെ കിടന്ന് കൊടയാൻ നോക്കിയിട്ട് പറയുന്നു ഇനി ഒരിക്കൽ കൂടെ തരണേന്ന്. ഇങ്ങനെ എല്ലാ ദിവസവും വീണ് നിൽക്കാതെ ഒന്ന് എഴുന്നേക്ക ഈ കരിസ്മയിലെ. കാരണം നിന്നിലൂടെ ഈ പട്ടണത്തിലൊരു വലിയ ദൈവപ്രവൃത്തി നടക്കാനുണ്ട്. നിന്റെ തലമുറയിലൂടെ ഈ ദേശത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ആരാധനയിലൂടെ ദേശത്ത് അന്ധകാരത്തിൻ്റെ അടിത്തറ ഇളക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ വീഴിക്കുന്ന മേഖലയെ ആത്മാവിൽ ജയിക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഓ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാത്മീയനെ വീഴിക്കാൻ മറ്റൊരാത്മീയനാണ്. അതുകൊണ്ട് വീട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ ആത്മീയതയെ തകർക്കാൻ സാത്താൻ പ്ലാൻ ചെയ്യുന്നത് ഇവരെയാണ്. അതുകൊണ്ട് വീട്ടിലാണ് ആദ്യം ഒരു ആത്മീയൻ പ്രലോഭനത്തെ ജയിക്കേണ്ടത്. ഞാനതിനൊരു നല്ല വിവരണം പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. അപ്പോൾ ഈ പാപം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം അവിടെ എഴുതിയിരിക്കുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പോൾ പരീക്ഷ എന്ത് ചെയ്യണം? സഹിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ച് പറ, പ്രലോഭനം സഹിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? കോപിക്കാൻ ടെൻഡൻസി വരുമ്പോൾ എന്ത് ചെയ്യണം? സഹിക്കണം. ടെമ്പറാകരുത്. കൺട്രോൾ പോകുമ്പോൾ ഓർത്തോണം, ഇത് പിശാച് കൊണ്ടുവന്ന. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടമല്ല, എവിടെ വരെ പോയാൽ പ്രതികരിക്കുന്നതെല്ലാം കൃത്യമായിട്ട് സാത്താൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഇവിടെ നമ്മൾ ഈ കരിസ്മയിൽ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച കൃപ പ്രാപിച്ചു നിൽക്കുമ്പോൾ പിശാച് അപ്പുറത്ത് പ്ലാൻ തയ്യാറാക്കുക.
ആ പ്ലാനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. അതിനെ നമ്മൾ ജയിക്കാനുള്ളതാണ് സഹിക്കുക. ഈ പ്രലോഭനത്തെ ജയിക്കുമൊന്നും വേണ്ട, സഹിച്ചാൽ മതി. ജയിക്കുന്ന പിന്നല്ലേ, ആദ്യം ഒന്ന് സഹിക്കേ. ഏതിനെ? ഈ പ്രലോഭനത്തെ. നമ്മുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് പുറത്തിടാൻ നോക്കുന്ന ഇതിനെ ഒന്ന് സഹിക്കേ. അപ്പോൾ എപ്പോൾ വരെ സഹിക്കണമെന്ന് ചോദിച്ചാൽ പ്രാണത്യാഗത്തോളം. അപ്പോൾ അതുകൊണ്ട് കോപമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നിൽക്കണം. എപ്പോൾ അവരെ പിടിച്ചിരിക്കണം? മരിച്ചു വീഴുന്നവരെ. അപ്പം അതുകൊണ്ട് ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് തീരുമാനം എടുത്തേ പോകാവൂ. പിടിച്ചിരിക്കണം. എപ്പോൾ വരെ പിടിച്ചിരിക്കണം? മരിച്ചു വീഴുന്നവർ. അത്രയും മതി, മരിച്ചു വീഴുന്നവരെ. അവിടെയാണ് ഇനി അത് നടക്കുമ്പോൾ അടുത്തൊരു പദം കണ്ടോ, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ഇവിടെയാണ് ഒരു ആത്മീകൻ അറിയേണ്ടത്, നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കർത്താവ് ഗിഫ്റ്റ് പായ്ക്ക് റാപ്പ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ഞാനിത് കൊടുക്കും. ഓരോ ആത്മീയനുമെതിരെ സാത്താൻ ഇങ്ങനെ പ്രലോഭനം തയ്യാറാക്കുമ്പോൾ കർത്താവ് പറയുന്നതിനെന്നറിയാമോ? ഡാ ലഗിയോനെ, എൻ്റെ മോള് വീഴത്തില്ല കേട്ടോ, അവള് കൃപയില. എൻ്റെ മോനൊന്നും അങ്ങനൊന്നും നിൻ്റെ പ്രലോഭനത്തിൽ വീഴത്തില്ലതേ, ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കും. കർത്താവ് ഇങ്ങനെ ഇന്ന് പകലും അങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷേ തിരിച്ച് ഈ പ്രലോഭനം കഴിയുമ്പോൾ ഈ പിശാചിൻ്റെ ഒരു നോട്ടമുണ്ട് കർത്താവിന്. കർത്താവ് ചൂളി നിൽക്കുക. കർത്താവ് ഈ ഗിഫ്റ്റും കൊണ്ട്, കൊടുക്കാമെന്ന ഗിഫ്റ്റും കൊണ്ട് നമ്മളോടൊക്കെ ഒരുപാട് ദൂതും ആലോചനയൊക്കെ പറഞ്ഞ് കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ നടക്കുന്ന പദ്ധതി മനസ്സിലാക്കണം. കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ഇവിടെയാണ് പാപം നമുക്ക് മുൻപിൽ പ്രലോഭനത്തിലൂടെ അടുത്തു വരുമ്പോൾ കർത്താവ് മറുഭാഗത്ത് നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. സഹിച്ചാൽ, അതിനെ അതിജീവിച്ചാൽ ഒരു വലിയ വിടുതൽ നിന്നെ കാത്തിരിപ്പുണ്ട്. ഈ ഒരു വെളിപ്പാടാണ് ഇന്ന് പകൽ ആത്മീയരെ ഭരിക്കേണ്ടത്. ഞാനീ പറയുന്നത് ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. ഇതൊരു ആത്മീകൻ്റെ അകത്ത് മാംസപ്പലകയിൽ കുറിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. പാപത്തിൽ വീഴാതിരുന്നാൽ, കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ. അവിടെ കർത്താവ് കൊള്ളാവുന്നവനെ തെളിഞ്ഞാലെന്ന് പറയുമ്പോൾ യോസഫ് പ്രലോഭനത്തെ തൻ്റെ ജീവിതത്തിലേക്ക് തൊടുത്തുവിടുന്ന സഹോദരി അവിടെ എഴുതിയിരിക്കുന്ന, അവൻ അതിന് സമ്മതിക്കാതെ. അവൻ സമ്മതിക്കുന്നില്ല. തിരുവെടുത്ത് ആവർത്തിക്കുന്ന പദമുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇത് പറയുന്നത് പീറ്ററിനോടാണ്. പത്രോസേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. എന്തിന്? അതാ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. ഈ ടെംപ്റ്റേഷൻ, ഈ പ്രലോഭനത്തിൽ നീ അകപ്പെടരുത്. കാരണം ഇത് ഗെത്സമന തോട്ടമാണ്. ഇവിടെ 3 പേരുണ്ട്. പക്ഷെ നീ ഈ പ്രലോഭനത്തിൽ എന്ത് ചെയ്യരുത്? അകപ്പെടരുത്. എന്താ അർത്ഥം? ഈ രാത്രി ഇവരല്ല പരീക്ഷിക്കപ്പെടുന്നത്, നീയാണ്. പീറ്ററെ, ഈ രാത്രി നീ പ്രലോഭിപ്പിക്കപ്പെടാൻ പോകുകയാ. എന്താണെന്നറിയാമോ? നിന്റെ മുൻകോപത്തെ ഇന്ന് രാത്രി പിശാച് വലിച്ചു പുറത്തിടും. ഈ വാളുകൊണ്ട് മൽക്കോസിന്റെ കാതറുക്കത്തക്കവണ്ണം ഈ രാത്രി സാത്താൻ നിന്റെ മുൻകോപത്തെ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി അതിലാക്കപ്പെടാതിരിക്കാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ഒരു വലിയ വിടുതൽ ചില കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാ പത്രോസിനെ പ്രലോഭിപ്പിക്കുന്നേ? ഇവൻ പെന്തക്കോസ്തിൻ്റെ പ്രസംഗകനാ. ഇവൻ 3000 പേരെ നേടാനുള്ളവനാ. ഇവനിപ്പം ഭീരുവാ.
ഇവനിപ്പം തള്ളിപ്പറയുന്നവന്, ഇവനിപ്പം ഒതുക്കപ്പെട്ടവനും ഒഴിവാക്കപ്പെട്ടവനും ഒക്കെയാണ്. പക്ഷേ പെന്തക്കോസ്തിൻ്റെ മാളിക മുറിയിൽ ആള് മാറും. ഇവൻ 3000 പേരെ നേടുന്ന പെന്തക്കോസ്തിൻ്റെ പ്രസംഗകനാകുമെന്ന് പിശാചിനെ അറിയാവുന്നത് കൊണ്ട് അങ്ങനൊരു പദ്ധതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ കോപത്തിലൂടെ വാളെടുത്ത് ഏതെങ്കിലും ചേവകൻ്റെ തല വെട്ടിക്കിട്ടാൽ ന്യായപ്രമാണ പ്രകാരം ഇവനും തലയറുക്കപ്പെടും. അങ്ങനൊരു പൈശാചിക പ്ലാൻ ഇതിൻ്റെ മറവിൽ നടക്കുമ്പോൾ ഗെത്സമനയിലെ പ്രാർത്ഥനയുടെ വിടുതലാണ് പത്രോസിൻ്റെ മേൽ വെളിപ്പെട്ടതെങ്കിൽ ഇന്ന് പകൽ വിളിയുള്ള നിന്റെ തലമുറയ്ക്ക് നേരെ, വിളിയുള്ള നിന്റെ കുടുംബത്തിന് നേരെ, വിളിയുള്ള നിന്റെ സഭയ്ക്ക് നേരെ, നിന്നിലൂടെ, നിന്റെ തലമുറയിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ വാഗ്ദത്തത്തിൻ്റെ ചലനം അടക്കാതിരിക്കാൻ സാത്താൻ പ്രലോഭിപ്പിക്കുന്ന മേഖലയെ അതിജീവിക്കാൻ കൃപ പ്രാപിക്കേ. ഓ, പ്രാർത്ഥനയുടെ സ്വരമുയരട്ടെ. ഇന്ന് പകൽ ഇവിടുന്ന് വെറുതെ മടങ്ങരുത്. ഇന്ന് പകൽ വെറുതെ മടങ്ങരുത്. സാത്താന്റെ പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള ഒരു കൃപ. പ്രൈസ് ദി ലോർഡ്. കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവമക്കൾ മനസ്സിലാകണം, ദൂതപ്പം തരും. കർത്താവ് എപ്പോഴാണ് എൻ്റെ പ്രവചന നിവർത്തി? കൊള്ളാവുന്നവനായി. ഉറക്കെ പറ. അതുകൊണ്ട് കരിസ്മ വന്ന് പ്രവചനം കേട്ടിട്ട് വീട്ടിലോട്ട് പോകുമ്പം പറഞ്ഞുകൊണ്ട് പോകണം, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അല്ലാതെ ഇതെല്ലാം കൂടെ അത് കഴിഞ്ഞിട്ട് ഉടനെ കിട്ടുമെന്നൊന്നും ആരും എന്ത് ചെയ്യണ്ട. നമ്മളങ്ങനെ ദൈവം ദൂത് പറഞ്ഞിട്ട് തരാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഈ പിശാചുണ്ടല്ലോ, അതിലേക്ക് നിന്നെ എത്തിക്കാതിരിക്കാൻ പ്രലോഭിപ്പിക്കും. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, കൊള്ളാവുന്നവനായി. ഞാനതിന് നല്ലൊരു എക്സാമ്പിൾ, ഉദാഹരണം. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സരെഫാത്ത്, കെരീത്തും കർമ്മേലും 3 സ്ഥലങ്ങളാണ് ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ 3 സ്ഥലങ്ങൾ. അതിൽ കെരീത്ത് നമുക്കെല്ലാവർക്കും അറിയാം. കാക്ക, ഇറച്ചി, അപ്പമൊക്കെ കിട്ടുന്ന കെരീത്ത്, വളരെ സന്തോഷം, കരുതലിൻ്റെ കെരീത്ത. പിന്നെ കർമ്മേലും വലിയ സന്തോഷമാണ്. കർമ്മേലെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമെന്ന് പറഞ്ഞാൽ തീ ഇറങ്ങുന്നു, വലിയ സന്തോഷം. പക്ഷേ ഈ സാരെഫാത്ത് അത്ര വലിയ സന്തോഷമൊന്നും അല്ല. ഇവിടെയാണ് ആ ദൈവം ആ പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ 3.5 വർഷമാണ് ആ പദ്ധതിയുടെ ദൈർഘ്യം. 6 മാസം കെരീത്ത്, 3 വർഷം സാരെഫാത്ത്, 1 ദിവസം കർമ്മേൽ. ആ പ്ലാൻ കണ്ടോ? നമ്മളാണെങ്കിൽ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ 1 ദിവസം സാരെഫാത്ത്, 3 കൊല്ലം കെരീത്ത്, 6 മാസം കർമ്മേൽ. സാരെഫാത്തിൽ 1 ദിവസമേ നമ്മൾ നിൽക്കൂ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനിൽ സാരെഫാത്ത് 6 മാസമല്ല, 3 കൊല്ലം. ഈ സാരെഫാത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സാരെഫാത്ത് എന്ന് പറയുന്നത് സീദോന്യ രാജ്യത്തിൻ്റെ അതിർഗ്രാമമാണ് സാരെഫാത്ത്. ഈ സീദോന്യ രാജ്യമെന്ന് പറഞ്ഞാൽ സീദോന്യ രാജ്യത്തിൻ്റെ രാജാവ്, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട് 16:31 യൊരോബയാമിൻ്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് വെച്ച് ആഹാബ് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ താൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കാര്യം എഴുതി സീദോന്യ രാജാവായ യെത്ബാലിൻ്റെ മകൾ ഇസബേലിനെ ഭാര്യയായിട്ടെടുത്തു. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ആഹാബ് എന്ന് പറഞ്ഞാൽ തന്നെ പാപം ചെയ്ത് ബോറടിച്ചു എന്ന് പറഞ്ഞാൽ പാപം നിർത്താനല്ല, പുള്ളിക്ക് ചെയ്ത് പുള്ളിക്കങ്ങ് യൊരോബയാമിൻ്റെ പാപം തന്നെ എന്നും ചെയ്തിട്ടൊരു ത്രില്ലില്ല. അപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞിടെ ഇതെല്ലാം ചെയ്തിരിക്കുന്നു, ബോറടിച്ചു പോയി, ഇനി വേറെ ഏതെങ്കിലും. അവൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു കല്യാണം കഴിക്കാം. അങ്ങനെ നേരം പെൺകുട്ടി അന്വേഷിച്ചു. അപ്പോൾ പുള്ളി പ്രത്യേക നിബന്ധന എഴുതി വെച്ചത് ഇതാണ്, വെറൈറ്റി പാപം ചെയ്യാൻ അറിയാവുന്ന പെൺകുട്ടികൾക്ക് മുൻഗണന. അങ്ങനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് സീദോന്യ രാജ്യത്തെ
യത്ബാലിൻ്റെ മകൾ ഇസബേൽ. ഈ പുള്ളിക്കാരിയുടെ സ്വഭാവം എന്താണെന്നല്ലേ? 2 രാജാ 9:22 വരുമ്പോൾ അവിടെ യേഹുവിനെ കണ്ടപ്പോൾ യോരാം ചോദിക്കുക, യേഹുവേ സമാധാനമാണോ? ഉടനെ യോരാമിനോട് യേഹു പറയുക, എന്താണെന്നറിയാം, നിൻ്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായതുകൊണ്ട് എന്ത് സമാധാനം? അതിൻ്റെ കണ്ടന്റ് ഇസബേൽ എന്ന സ്ത്രീയുടെ ഗുണവിശേഷണമാണ്, ദുർനടപ്പാണ്, ക്ഷുദ്രമാണ്. അപ്പോൾ പിടികിട്ടിയോ? ഈ സീദോന്യ രാജ്യത്തെ രാജകുമാരി യത്ബാലിൻ്റെ മകൾ ഇസബേൽ ഒന്നാന്തരം മന്ത്രവാദിയാണ്, അപ്പോൾ തന്നെ ദുർനടപ്പുകാരിയാണ്. ഒരു രാജകുമാരി മന്ത്രവാദിയാണെങ്കിൽ നാടിൻ്റെ അവസ്ഥ എന്താ? ഒരു രാജകുമാരി ദുർനടപ്പുകാരിയാണെങ്കിൽ ആ നാടിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ അങ്ങനൊരു നാട്, ദുർനടപ്പുകാരിയായ രാജകുമാരിയുള്ള നാട് സീദോന്യ രാജ്യം. ആ രാജ്യത്തിൻ്റെ അതിർഗ്രാമമായ സാരെഫാത്ത്. അപ്പോൾ തന്നെ അറിയാലോ, ഈ രാജകുമാരി ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്താ? ഇനി ആ സാരെഫാത്തിലെ സഹോദരി അത്ര വെടിപ്പല്ലെന്നുള്ള തെളിവെന്താ? അവൾ ഏലിയാവിനോട് പറയുന്ന പദം, നീ എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കാനാണോ? അപ്പോൾ ആളെ പിടികിട്ടിയല്ലോ. ഇനി ഈ വീട്ടിലാണ് ഏലിയാവ് 3 കൊല്ലം താമസിച്ചത്. പിടികിട്ടിയോ? ഏലിയാവ് അപ്പർ റൂമിൽ താമസിച്ചെന്നാ. യഹൂദൻ്റെ വീടിൻ്റെ പ്രത്യേകത നമ്മുടെ വീടിൻ്റെ പ്രത്യേകത പോലെ ബാൽക്കണി ഇല്ല, പിന്നെ പാരപ്പറ്റില്ല, പുറത്തോട്ട് ഡോറില്ല, ഇനി സ്റ്റെയർ കേസും പുറത്തൂടില്ല. പിന്നെ ഉള്ളത് ഏതെങ്കിലും രഹസ്യ മുറി കൂടാണ് അപ്പർ റൂമിലോട്ടുള്ള വഴി. അതായത് താഴെ നിന്ന് കയറിയാൽ പിന്നെ കയറിയതാ, താഴെ കൂടെ തന്നെ പുറത്തോട്ട് പോകൂ. ഏലിയാവ് ഇങ്ങനെ മേളോട്ട് പോയി ആ വീട്ടിൽ 3 കൊല്ലം പാർത്തു. എത്ര പേർക്ക് പിടികിട്ടി? സാരെഫാത്തിൽ ഏലിയാവ് 3 കൊല്ലം പാർത്തു. എന്താ ഇതിൻ്റെ അർത്ഥമെന്നറിയാമോ? കരുത്ത്, ദൈവത്തെ ഏലിയാവിന് വെളിപ്പെടുത്തി കൊടുക്കുക. കർമ്മേൽ ഏലിയാവിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുക. സാരെഫാത്തോ, ഏലിയാവ് ദൈവത്തിന് കൊള്ളാവുന്നവനായി വെളിപ്പെടുത്തുക. പിടികിട്ടുന്നുണ്ടോ? ഇങ്ങനൊരു സാരെഫാത്തിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാ ആത്മീയർക്കുമുണ്ട്. ഇവിടെ ദൈവം വച്ചിരിക്കുന്ന കണ്ടീഷൻ കൊള്ളാവുന്നവനായി തെളിയണം. എന്നാൽ ഇന്നത്തെ ഏലിയാവാണെങ്കിൽ സാരെഫാത്ത് കൊണ്ട് ശുശ്രൂഷ അവസാനിക്കും. എന്നാൽ ഏലിയാവിനറിയാം, ഇവിടെ തകർക്കേണ്ടതല്ല എൻ്റെ മേലുള്ള വിളി, എൻ്റെ മേലുള്ള ശുശ്രൂഷ, എൻ്റെ മേലുള്ള ദൈവിക പദ്ധതി. കർമ്മേലിനെ മുൻപിൽ കണ്ടിട്ട് സാരെഫാത്തിനെ അതിജീവിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നത്, ഇന്ന് പകൽ സാരെഫാത്തിന്റെ ചില പ്രലോഭനങ്ങളെ ഇന്ന് പകൽ ആത്മാവിൽ ജയിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്കൂടെ കടത്തി പറയുക. പ്രലോഭനത്തെ അതിജീവിക്കണം, ജയിക്കണം എന്ന് ഞാനീ പറയുമ്പോൾ ഇവിടെ ഏലിയാവും ഏലിശയും, ഏലിയാവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഏലിശയുടെ വാക്ക് ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഇതിനൊക്കെ എന്തു വേണം? പറയുന്നത് നിൻ്റെ ആത്മാവിൻ്റെ, ഉറക്കെ പറയാമോ, ഇരട്ടി പങ്ക്. ഇരട്ടി പങ്ക്. എന്തുകൊണ്ട് ഇങ്ങനൊരു വാക്ക് ഏലിശ പ്രാർത്ഥിച്ചു? സ്തോത്രം. മനസ്സിലാക്കണം, അങ്ങയുടെ കാലത്തെ പ്രതികൂലമല്ല എനിക്ക്, അങ്ങയുടെ കാലത്തുള്ള വെല്ലുവിളികളല്ല എനിക്ക്, അങ്ങ് അനുഭവിച്ചതല്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് വേണ്ടതൊരു ഇരട്ടി പങ്കാണ്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതേ സിറ്റുവേഷൻ വന്നു. പക്ഷേ അതാ പറയുന്നത്, ഇതിലെ കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ ദൈവപുരുഷനാ, അവനും കയറി പാർത്തു. പിടികിട്ടുന്നുണ്ടോ? അതേ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ ഏലിശ പ്രാർത്ഥിച്ചു പ്രാപിച്ചത് ഒരു ഇരട്ടി പങ്കാണെങ്കിൽ ചൂരച്ചെടിയുടെ തണലിൽ ഏലിയാവ് ഉറങ്ങി ഇസബേലിനെ ഭയന്ന്. പക്ഷെ ഏലിശ ഭയക്കുന്നില്ല. ഏലിശയുടെ ശിഷ്യൻ ചോദിക്കുന്നു, ഇത്രയും വലിയ പ്രതികൂലമാ, നമുക്കാരുണ്ട്? അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, ഇസ്രായേലിൻ്റെ പേരും പേരാളികളുമായുള്ളവരെ ഇവൻ്റെ കണ്ണ് തുറക്കണേ. ഓർത്ത് നോക്കിയേ, ആ റേഞ്ച് മാറുന്നത് കണ്ടോ?
ചൂരച്ചെടിയിൽ ഏലിയാവിനെ ഉറക്കിയെങ്കിൽ ഏലിശയെ ഉറക്കാൻ പറ്റിയില്ല. കാരണം അവിടെ അരാം സൈന്യത്തിൻ്റെ മുൻപിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് ആ ഇരട്ടി പങ്ക. ഇന്ന് പകൽ, ഈ പകൽ ഇവിടുന്ന് മടങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാ. ഇനി ഒരു ഡേഞ്ചർ സിറ്റുവേഷനോട് പറയാം. ഇന്ന് പകലും 1 തിമോത്തി 6:11 വായിച്ചേ. ഇതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. അത് മതി. 6 കാര്യം പിന്തുടരണം, 3 കാര്യം പിടിക്കണം, 1 നിലനിൽക്കണം. ഇത്രയും നടക്കണമെങ്കിൽ 1 നടക്കണം. പിടികിട്ടിയോ? അതായത് 10 കാര്യമാണ് ഈ സഭ ഈ ഉപവാസത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ 10 കാര്യം നടക്കണമെങ്കിൽ 1 വിട്ടോടണം. അതേത്? ഉറക്കെ പറ. അടുത്തിരിക്കുന്ന കൈക്ക് പിടിച്ചത് പറഞ്ഞു കൊടുത്തേ. ദ്രവ്യാഗ്രഹം. ഇതൊരു വലിയ അപകടം പിടിച്ച കാര്യമാണ്. അതായത് സാത്താൻ ഒരുവനെ വീഴിച്ചാൽ പാപബോധം തരില്ല. ദ്രവ്യാഗ്രഹം പാപമാണ്. നമ്മൾ പറയും കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പണം വേണ്ടേ? പണം വേണം. ഇതാണ് പിശാചിൻ്റെ കുതന്ത്രം. ഞാനിയും പറയാം. നമ്മൾ കരുതുന്ന 7-ാം കൽപ്പന ലംഘനം വലിയ പാപം. പക്ഷെ വേദപുസ്തകത്തിലെ വലിയ പാപം 7-ാം കൽപ്പന ലംഘനമല്ല. സ്തോത്രം. വേദപുസ്തകത്തിലെ വലിയ പാപം ദ്രവ്യാഗ്രഹമാണ്. ഒന്നുകൂടെ പറയാം. ദ്രവ്യാഗ്രഹത്തിൽ വീണവരാരും പൊങ്ങി വന്നിട്ടില്ല. ദ്രവ്യാഗ്രഹത്തിൽ വീണവരാരും അവസരം കിട്ടിയിട്ടില്ല. ബാക്കി ഏത് പാപത്തിൽ വീണവർക്കും ചാൻസ് ഉണ്ട്, രണ്ടാമത്. പക്ഷേ ദ്രവ്യാഗ്രഹത്തിൽ വീണവരാരും പിന്നീടും വേലയിലില്ലായിരുന്നു. കർത്താവ് അവരെല്ലാം തകർത്തു കളഞ്ഞു. ഇനി മറ്റൊന്നുകൂടെ പറഞ്ഞാൽ, പിശാചി തലമുറയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. ഒരു ആത്മീകനെ ദൈവത്തിൻ്റെ ശത്രുവാക്കാൻ പറ്റിയത് ഇതാ. മത്തായി 13:22 വായിക്കാമോ? അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറയാം. മത്തായി 13:22 അവിടെ കർത്താവ് തന്നെ പറയുക, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ നല്ല വിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 22-ാം വാക്യ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത ധനത്തിന്റെ വഞ്ചന വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നു. ഒരാത്മീകനെ ഫലമില്ലാതാക്കി മാറ്റുന്നത്. ഈ പിശാചിന് ദൈവത്തിൻ്റെ മനഃശാസ്ത്രം നമ്മളെക്കാൾ അറിയാം. കാര്യം ഈ ദൈവം എപ്പോൾ കോപിക്കുമെന്നൊക്കെ ഈ പിശാചിനറിയാം. ദൈവം എപ്പോൾ ടെമ്പറാകുമെന്നൊക്കെ ഈ പിശാചിന് നല്ലപോലെ അറിയാം. അത് അവനറിയാം. പുള്ളി ഈ പാപം ചെയ്യുമൊന്നും വേണ്ട, ചിന്തിച്ചാലേ ടെമ്പറാകും. കാര്യം ഈ പിശാച് നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ പാവമായിരുന്നു കേട്ടോ. ഈ ലൂസിഫറെ നമ്മളെക്കാൾ പാവമായിരുന്നു. നമ്മൾ ചെയ്തു, പുള്ളി ചെയ്തില്ല. പുള്ളി അതായത് ഈ വർഷിപ്പിനിടയ്ക്ക് പുള്ളിക്ക് തോന്നി, ഞാൻ മേളിൽ അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ എൻ്റെ സിംഹാസനം വെക്കും. എന്നിട്ടും പുള്ളി വർഷിപ്പ് ചെയ്യുക. അപ്പോഴേക്കും ഇത് അറിഞ്ഞിട്ട് ചറ വെട്ടി ഈ താഴെ കിട്ടും. ഇത് ഈ പിശാചിനറിയാവുന്നുണ്ട്. പിശാച് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട, അകത്ത് കയറ്റി വിട്ടാൽ തന്നെ. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ദൈവം എപ്പോൾ കോപിക്കും. നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കായ്ക്കാത്തതിനെ അവൻ എന്തു ചെയ്യും? വെട്ടിക്കളയും. ഇപ്പോൾ കായ്പ്പിക്കാതിരുന്നാൽ മതി. കായ്ക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല നിഷ്ഫലനാകായാൽ പിതാവ് വെട്ടും. നിഷ്ഫലനാകണമെങ്കിൽ ഇത്രേ ഉള്ളൂ. അതാണ് ആ വാക്യം. ഒരുത്തൻ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന. ഒരാത്മികൻ്റെ അകത്തേക്ക്
ഭൗതികം കയറ്റിവിട്ടാൽ അവൻ ബലമില്ലാതാകും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രസംഗം എന്താ? നമ്മളേറ്റവും ആരാധിക്കുന്ന പ്രസംഗം ഏതാ? നമ്മൾ ഇന്ന് ഏറ്റവും നൃത്തം ചെയ്യുന്ന പ്രസംഗം ഏതാ? എല്ലാവരും അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ. നമ്മളോടിപ്പം പറയുക നിനക്ക് വേണ്ടി റിസർവ് ബാങ്ക് തുറക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ആരാധന അപ്പോഴായിരിക്കും ആരാധിക്കുന്നത്. ഇത് കാരണം ഇതൊരു പൈശാചികതയാണെന്നേ. മര്യാദയ്ക്ക് ആൾട്ടോ ഓടിച്ചുകൊണ്ട് നടന്നവനാ. അവനോട് പറയുകയാണ് നിനക്ക് റോൾസ് റോയ്സ് കിട്ടുമെന്ന്. അപ്പം പിറ്റേ ദിവസം അതുകൊണ്ട് ബാങ്ക് കൊണ്ട് CC കാരെ കണ്ടുപിടിച്ച് അത് എക്സ്ചേഞ്ച് ചെയ്ത് റോൾസ് റോയ്സ് എടുത്തു 4.5 കോടി. അതിൻ്റെ ടയർ മാറാറായപ്പം വീടും ജപ്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആത്മീകനെ തച്ചുടയ്ക്കാൻ ഭൗതികം കെറ്റുവിടുന്നത് ഒരു പൈശാചിക സ്വഭാവമാണ്. ഇതിൻ്റെ പിന്നിൽ യാഥാർത്ഥ്യം അതാണ്. ഈ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെ കാരണം. ഏലീശയ്ക്ക് ശേഷം ആ ശുശ്രൂഷ തുടരേണ്ടത് ഗേഹസി. ഏലിശ ചെയ്തതിൻ്റെ 4 മടങ്ങ്, അതായത് ഏലിയാവ് ചെയ്തതിൻ്റെ 4 മടങ്ങ്. ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി ഏലിശ ചെയ്തെങ്കിൽ ഏലിശ ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്യേണ്ടത് ഗേഹസിയ. പക്ഷെ പിശാചിൻ്റെ കുതന്ത്രം കണ്ടോ? ആ ശുശ്രൂഷ ബോധപൂർവം ബ്ലോക്ക് ചെയ്യാൻ നയമാൻ്റെ നന്മയുടെ ദർശനം അകത്ത് കയറ്റിയിട്ട് ആ ശുശ്രൂഷ ബ്രേക്ക് ചെയ്തെങ്കിൽ ഇന്നും ഒരു വലിയ ദൈവിക പദ്ധതിയുള്ള, ദൈവിക വിളിയുള്ള, നിന്നെ തകർക്കാൻ ഭൗതികതയുടെ സ്വാധീനം കയറ്റി പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെ ജയിക്കാൻ ഒരു കൃപ. സ്തോത്രം. ഇന്ന് പകൽ ദൈവസഭ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനൊരു കൃപയ്ക്ക് വേണ്ടിയാ. അതാ പൗലോസ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ഈ പോരാട്ടത്തിൽ ജയിക്കാൻ കൈക്കരുത്ത് പോരാ, കഴിവ് പോരാ, മിടുക്കോ പഠിപ്പോ പോരാ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഈ പോരാട്ടം നടക്കുന്നത് എപ്പോഴാണെന്നൊന്ന് പറയാം. എഫെസ്യ ലേഖനം 6:13 വായിക്കുന്നു, ഇത് ദുഷ്കാലമാകയാൽ. ദുഷ്കാലം, ദുഷ്കാലം, ആ വാക്ക നമ്മൾ ചിന്തിക്കേണ്ട. ദുഷ്കാലം, പൊനേറോസ്, ദുഷ്കാലം. അപ്പോൾ ഇതൊരു നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസമല്ല. ആ വേർഡ് ദുഷ്കാലം തന്നെ എഴുതിയിരിക്കുന്നതിന് 5:16 വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് ദുഷ്കാലമാകിയാൽ. ദുഷ്കാലം കണ്ടോ, പൊനേറോസ്, ദുഷ്കാലം. ഒരു സീസൺ മുഴുവൻ പോരാടണം. അപ്പോൾ ഈ തലമുറയിൽ പിശാച് ഒരു ആത്മീകനെതിരെ വരുന്ന അവൻ്റെ കുതന്ത്രം, പ്രലോഭനത്തിൻ്റെ സാധ്യത, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. സമയം, എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, നിങ്ങൾ ദുഷ്കാലമാകിയ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. മലയാളത്തിൽ അത്രേ ഉള്ളെങ്കിലും നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് സമയത്തെ വില കൊടുത്ത് വാങ്ങുക. റെഡീമിങ് യുവർ ടൈം. സമയത്തെ വില കൊടുത്ത് വാങ്ങണം. അതിൻ്റെ അർത്ഥം ആത്മീയൻ്റെ സമയം കളയുന്നതാണ് പിശാചിൻ്റെ തന്ത്രം. അവൻ്റെ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ് ആത്മീയരുടെ സമയം കളയുന്നു. ഏത് കാര്യത്തിലുള്ള സമയമാണ്? നമ്മൾ കരുതുന്നത് പോലെ ഏത് കാര്യത്തിൻ്റെ സമയമാണ് പിശാച് കളയുന്നത്? ആത്മീയ കാര്യങ്ങളുടെ സമയം. ഉപവാസ പ്രാർത്ഥന വെച്ചു, വരാത്ത പറ്റിയില്ല, സമയം കിട്ടിയില്ല.
എത്രയോ കാര്യങ്ങൾക്ക് സമയമുണ്ട്. ആരാധനയ്ക്ക് സമയമില്ല, ഉപവാസത്തിന് സമയമില്ല, കൂട്ടായ്മയ്ക്ക് സമയമില്ല. നമ്മൾ പലതിനും സമയം, ആത്മീയ കാര്യത്തിന് മാത്രം സമയമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരു പൈശാചികതയുണ്ട്. ഒരാത്മീയൻ സമയത്തെ വില കൊടുത്തു വാങ്ങണം. എന്തിനാ? കർത്താവിൻ്റെ കൂടിരിക്കാൻ, കൃപ പ്രാപിക്കാൻ, അഭിഷേകം ഏറ്റെടുക്കാൻ, ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുക്കാൻ സമയം കണ്ടെത്തണമെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഇത് ദൈവകൃപ പ്രാപിക്കാനുള്ള സമയമാണ്, അഭിഷേകം ഏറ്റെടുക്കാനുള്ള സമയമാണ്, കൃപാവരത്താൽ നിറയാനുള്ള സമയമാണ്. എനിക്ക് ദൈവകൃപ വേണം. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേൽക്കാം. പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചില വ്യക്തികളെ കാണുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ പൊതു സ്വഭാവം ഒന്ന് മാറട്ടെ. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് സാത്താൻ്റെ കുടില തന്ത്രങ്ങൾക്കെതിരെ ഒരു വലിയ വിളിയുള്ള നീ പൊരുതിയേ പറ്റൂ. പൊരുതാൻ കരുത്തോ കഴിവോ മിടുക്കോ പ്രാപ്തിയോ ഒന്നുമല്ല ഇവിടെ വിഷയം. നിനക്ക് വേണ്ടത് ദൈവകൃപയാണ്. അത് ഏലിശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കുമൊന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ബലം എനിക്ക് വേണമെന്ന്. ഏലിയാവിനോട് ഏലിശ പറയുന്നത്, അങ്ങ് ചെയ്തതിൻ്റെ ഒരിരട്ടി എനിക്ക് വേണം. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, കഴിഞ്ഞ തലമുറയിൽ വെളിപ്പെടാത്തൊരു കൃപ എൻ്റെ മേൽ വെളിപ്പെടണം. കഴിഞ്ഞ തലമുറയിൽ നടക്കാത്തത് എൻ്റെ തലമുറയിൽ വെളിപ്പെടണം. കഴിഞ്ഞ തലമുറ പ്രവചിക്കാത്തത് എൻ്റെ തലമുറ പ്രവചിക്കണം. കഴിഞ്ഞ തലമുറയിൽ വെളിപ്പെടാത്ത ഒരു ദൈവപ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടണം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ഓർമ്മിപ്പിക്കുന്നത്, വീഴുന്ന മേഖലയെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നിന്നെക്കുറിച്ച് സാത്താൻ കൃത്യമായ പ്ലാൻ തയ്യാറാക്കി അവൻ കെണിമെനയുന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞാൻ തോക്കുന്നത് ഇവിടെയാണ്, എനിക്ക് അതിലൊരു കൃപ വേണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെയാണ് തോക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാം, ഇത് പിശാചിനും അറിയാം. എന്നും നീ തോൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ നിനക്കൊരു കൃപ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൂത് കേൾക്കുന്നതിലല്ല പ്രിയരെ കാര്യം, അതിനെ തകിടം മറിക്കുന്ന സാത്താൻ്റെ പദ്ധതിയെ ജയിക്കാൻ എനിക്ക് ആ കോപത്തെ ഒന്ന് ജയിക്കണം, എൻ്റെ സ്വയത്തെ ജയിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തികളോട് ഇടപെടുന്നത്, നീ തോൽക്കുന്ന മേഖലകളെ ജയിക്കാൻ ഒരു കൃപ ഏറ്റെടുക്കുക. എവിടെയാണ് നീ തോൽക്കുന്നത്? എന്നും നീ പരസ്യക്കോലമായി കിടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നും നീ തകർന്നു കിടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നും നിന്നകെട്ട് കിടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്നെ മാനിക്കാൻ അവന് പ്ലാനുണ്ട്. അവൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സാരെഫാത്തിനെ അതിജീവിക്കാൻ നീ കൃപ ഏറ്റെടുക്കുക. ഈ സാരെഫാത്തിൽ പിടിച്ചു നിൽക്കാൻ കൃപ പ്രാപിക്കുക. തോൽക്കാതിരിക്കാൻ നീ കൃപ പ്രാപിക്കുക. കർത്താവേ, ഞാൻ പലപ്പോഴും വീണു പോകുന്ന ഈ മേഖലയിൽ എൻ്റെ കഴിവും കരുത്തും ഒക്കെ തോറ്റുപോകുക, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുക, എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുക. പക്ഷേ എനിക്കൊരു കൃപ വേണമപ്പാ, എനിക്കൊരു കൃപ വേണമപ്പാ. ഇതിനെ ജയിക്കാൻ എനിക്കൊരു കൃപ വേണം കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകലിതിന് നടുവിൽ വെളിപ്പെടുന്നുണ്ട്. ചില കുടുംബങ്ങളെ കർത്താവ് അങ്ങനെ കാണുന്നുണ്ട്. ചില തലമുറകളെ പരിശുദ്ധാത്മാവ് വിവേചിച്ചിടപെടുകയാണ്. ഇന്ന് പകൽ അങ്ങനൊരു സമർപ്പണം അനിവാര്യമാണ്. എവിടൊക്കെയോ നിന്നെ വീഴിച്ചു കളയുന്ന, നിന്നെ തോൽപ്പിക്കുന്ന അതിനെ അതിജീവിക്കാൻ ഒരു കൃപ എന്ന് പ്രാപിക്കേ. സമയം തക്കത്തിൽ ഉപയോഗിക്കട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിക്കട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിക്കട്ടെ. ഇന്ന് പകൽ കർത്താവേ, എനിക്കൊരു കൃപ വേണമെന്ന് പ്രാർത്ഥിക്കുക.
ചില പാപ സ്വഭാവങ്ങളുടെ ചങ്ങലകൾ ഇന്ന് പകൽ ജനത്തിൽ നഴിഞ്ഞു മാറുന്നുണ്ട്. ചിലതിനെ രഹസ്യത്തിൽ വീഴിക്കുന്ന ചില പൈശാചിക പദ്ധതികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻസ് യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. ഓ റീലഗൽ ഖനാദി ഗർവരാദി, പാപത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ആ സാത്താന്യ കുരുക്ക് പൊട്ടട്ടെ, അത് പൊളിയട്ടെ, പൊളിയട്ടെ, അത് പൊളിയട്ടെ. അതിനെ പൊളിക്കാനൊരു കൃപ ഇന്ന് മകൾ ജനത്തിന്റെ മേൽ ചലിക്കട്ടെ. സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൈമാറുന്നുണ്ട്. ഓ റിഥാലകക്ഷസിയാന്തരാതി, രഹസ്യത്തിൽ വീഴിച്ച് രഹസ്യത്തിൽ ഒതുക്കി വാഗ്ദത്തത്തിൽ നകറ്റിയ അന്ധകാര പദ്ധതികൾ ഇന്ന് പകൽ അഴിയട്ടെ. ആ വിടുതൽ വെളിപ്പെടുന്നു, ആ വിടുതൽ വെളിപ്പെടുന്നു, ആ വിടുതൽ വെളിപ്പെടുകയാണ്. ആ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ആ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഒരു കൃപ നിന്റെ മേൽ വീഴുക, ഒരു കൃപ നിന്റെ മേൽ വീഴുക. വ്യത്യസ്തനാക്കി ദൈവാത്മാവ് നിന്നെ പണിയുക. ഓ ഹോ ഹോ, ഒരു വലിയ ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരിക. ഇന്ന് പകൽ പ്രാർത്ഥനയിൽ വീണുപോയ മേഖലയെ പരിഹരിക്ക്. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെട്ടു വരിക. ഇന്ന് പകൽ ദൈവകൃപയുടെ കൈമാറ്റം. ഇത് പോരാ കർത്താവേ, ഈ കൃപ പോരാ, ഈ അഭിഷേകം പോരാ, ഈ പാപത്തെ ജയിക്കാൻ, ജയിക്കാനുള്ള കൃപ ഏറ്റെടുക്കുക, ജയിക്കാനുള്ള കൃപ കൈമാറുക, ജയിക്കാനുള്ള കൃപ കൈമാറുക. ഹോ ചുടി ലഗൽഖനാദി, അന്ധകാരത്തിന്റെ പദ്ധതിയെ ജയിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു പൊട്ടട്ടെ. ചില പാപ ചങ്ങലകളെ കുടഞ്ഞു കളയാൻ സഹോദരി നിന്റെ മേലെ കൃപ വീഴുക. നിന്റെ പ്രാർത്ഥനയിൽ നിന്നെ വീഴിച്ച പ്രലോഭനത്തെ ജയിക്കാൻ ദൈവകൃപ നിന്റെ മേൽ വീഴുക. പൊളിയട്ടെ, പൊളിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഈ ദൂത് പറയുമ്പോ തന്നെ ചില കുരുക്കുകൾ അഴിയുക. ഓ ആത്മികത്തിൽ വിളിയുള്ളതിനെ ഒതുക്കി വെച്ച പൈശാചിക കുരുക്കുകൾ ഈ പകൽ അഴിയപ്പെടുക. പൊളിയട്ടെ. ഓ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കോ. ആ കൃപ വീഴുക, കൃപ വീഴുക. എനിക്ക് അഭിഷേകം വേണം കർത്താവേ, ഇതിനെ ജയിക്കാനുള്ള അഭിഷേകം വേണം. ഓ ഇന്ന് പകൽ കൃപ ജനങ്ങളുടെ മേൽ കൈമാറുന്നുണ്ട്. ഇന്ന് പകൽ കൃപ കൈമാറുന്നുണ്ട്. ആ കൃപ ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ആത്മികത്തിൽ നിന്നെ ഒതുക്കിക്കളയാൻ വിളിയുള്ള, വാഗ്ദത്തമുള്ള, ദർശനമുള്ള, കൃപാവരമുള്ള, ആത്മാവിൽ പ്രയോജനപ്പെടേണ്ട നിന്നെ, നിന്റെ കുടുംബത്തെ ഒതുക്കി വെച്ച പൈശാചികതയെ ജയിക്കാൻ. ഓഹോ ശാന്തേരി ലറാ ബറാ ധരാ വംശീധീരി കാൽമാരം ശരേദി. യോ ആത്മാവിൽ, ആത്മാവിൽ ഉടബബബഗബരഗഡഗരഗഡഗൽഖേ